ഓൾ, ഐ ആം നവ്യ നെൽസൺ. ഇന്ന് നമ്മൾ HSST കോമേഴ്സിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമ്മളെല്ലാം പഠിക്കാൻ പോകുന്നത് പ്രോസസ് കോസ്റ്റിങ്ങിനെ പറ്റിയാണ്. നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ മെറ്റീരിയൽ കോസ്റ്റിനെ പറ്റി പഠിച്ചു, സെക്കൻഡ് ക്ലാസ്സിൽ ലേബർ കോസ്റ്റിനെ പറ്റി പഠിച്ചു, തേർഡ് ക്ലാസ്സിൽ ഓവർ ഹെഡിനെ പറ്റി പഠിച്ചു. ഇത് മൂന്നും എന്താണ് കോസ്റ്റിന്റെ എലമെന്റ്സ് ആണ്, കോസ്റ്റ് എലമെന്റ്സ് ആയിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഇടയ്ക്ക് ഒരു മാർജിനൽ കോസ്റ്റിംഗിന്റെ ടോപ്പിക് ഉണ്ട്. അത് ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേരെ പ്രോസസ് കോസ്റ്റിംഗിന്റെ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോസസ് കോസ്റ്റിംഗ് ആദ്യം തന്നെ അതിന്റെ മീനിങ്ങും ഡെഫിനിഷനും ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം. The process costing is a method of costing under which all costs are accumulated for each process of production and cost per unit is ascertained at the end of each process. The cost per unit is ascertained by dividing the total cost of each process by the normal output of that process. Okay. ICM ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത് എന്താണ്? That form of operation costing which applies where standardized goods are produced. നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടി കാണത്തില്ല. എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഡെഫിനിഷൻ നോക്കാം, എന്നിട്ട് മീനിങ്ങിലേക്ക് പോകാം. എന്താണ് പറയുന്നത്? പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ദാറ്റ് ഫോം ഓഫ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് വിച്ച് അപ്ലൈസ് സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗുഡ്സ് നമ്മുടെ സിലബസിൽ പ്രോസസ് കോസ്റ്റിംഗിലുണ്ട്. കോൺട്രാക്ട്, ബാച്ച് കോസ്റ്റിംഗ്, അങ്ങനൊന്നും ജോബ് കോസ്റ്റിംഗ് ഒന്നും ഇല്ല. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് പറഞ്ഞേച്ച് ഇങ്ങോട്ട് വരാം. അതായത് നമുക്ക് ഈ ജോബ് കോസ്റ്റിംഗ് എന്നൊക്കെ വെച്ച് ഒരു സ്പെസിഫിക് ജോബ് അല്ലെ, ആ ഒരു ജോബ് നമ്മൾ ചെയ്ത് തീരുക അല്ലെ. അപ്പൊ അവിടെ ഓരോരുത്തരും ഓരോ ജോബ് ആയിരിക്കും അല്ലെ, ഓരോ ജോബ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ആ ജോബിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് അല്ലെ. അതായത് അവിടെ വർക്ക് ഹെട്രോജിനസ് വർക്കാണ്, സ്റ്റാൻഡേർഡ് ഓരോരുത്തരുടെ കസ്റ്റമൈസ്ഡ് വർക്കായിരിക്കും. ഓക്കെ. പക്ഷെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വർക്കാണെന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ ഹോമോജിനസ് പ്രൊഡക്ട്സ് ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത് പ്രോസസ് കോസ്റ്റിംഗിൽ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഹോമോജിനസ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ആണ് ഇത് പ്രോസസ് കോസ്റ്റ്. Okay, the process costing is a method of costing under which all costs are accumulated for each process of production and cost per unit is ascertained at the end of each process. The cost per unit is ascertained by the total cost of each process by the normal output of that process. അതായത് നമുക്ക് ഇനി അങ്ങോട്ട് ഫോമാറ്റും കാര്യമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പ്രോസസ് എന്താണെന്ന് നോക്കാം. തൽക്കാലം നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, നമുക്ക് ഒരു സോപ്പ് കമ്പനിയാണെന്ന് കരുതുക. ഞാൻ എപ്പോഴും സോപ്പ് കമ്പനിയുടെ എക്സാമ്പിൾ അല്ലെ. ഓക്കെ, സോപ്പ് കമ്പനിയാണെന്ന് കരുതുക. അപ്പൊ അവിടെ ആദ്യം നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് റോ മെറ്റീരിയൽ ഒക്കെ വന്നിട്ട് നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇതിന്റെ ഒരു മിക്സിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ മിക്സിംഗ് ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് പ്രൊഡക്ഷന്റെ ഇതെന്ന് വെച്ചാൽ മിക്സിംഗ് ആയിരിക്കും. മിക്സ് ചെയ്ത് ഇതിന്റെ ആ ഒരു ടെക്സ്ചർ സാധനം ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. രണ്ടാമത്തെ പ്രോസസ്സ് ചിലപ്പോൾ അതിന്റെ മോൾഡ് ചെയ്തെടുക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ അതിന്റെ ആ ഷേപ്പ് പല കളറില് ഷേപ്പ് മറ്റേത് മിക്സ് ചെയ്ത് കളർ ചെയ്ത് ആ ഒരു ഫോമാറ്റിലേക്ക് എത്തുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേജിലായിരിക്കും ഇത് മിക്സിംഗ് നടക്കുന്നത്, മോൾഡിങ്. അതായത് ആ ഷേപ്പ് ഉണ്ടാക്കി നല്ല എംബ്ലോ ഒക്കെ വെച്ച്, ചിലപ്പോൾ ആ കമ്പനിയുടെ എംബ്ലോ ഒക്കെ വെച്ച് നല്ല മോൾഡ് ഷേപ്പിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേജിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പാക്കിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ സോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ ഹോമോജനിയസ് പ്രൊഡക്ട്സ് ആയിരിക്കും അല്ലെ. ഒരു സോപ്പ് കമ്പനി ആകുമ്പോൾ അവരുടെ എല്ലാ സോപ്പും ഒരുപോലെ ആയിരിക്കും അല്ലെ. അപ്പൊ ഫസ്റ്റ് ഇത് ഓരോ പ്രോസസ് ആയിട്ടായിരിക്കും, അതായത് പ്രോസസ് ആയിട്ടായിരിക്കും. അപ്പൊ ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തെടുത്തേച്ച് എന്ത് ചെയ്യുന്നു, ഇതിന്റെ ലാസ്റ്റ് പ്രോസസ്സും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് അസർട്ടൈൻ ചെയ്യുന്നത്. എല്ലാ പ്രോസസ്സിന്റെയും ലാസ്റ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത്. ഓക്കെ, ആൻഡ് എങ്ങനെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ദ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഇക്വേഷൻ ആണ്. ഇതിനകത്ത് കുറെ ചേഞ്ചസ്, ഇത് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇക്വേഷൻ മാറുന്നില്ല. അപ്പം നമ്മുടെ നോർമൽ പ്രോസസ് കോസ്റ്റിംഗില് നോർമലി നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ കോസ്റ്റ് ബൈ നോർമൽ ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞെന്ന് വെച്ചാൽ ഹോമോജിനിയസ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു. ഇത് എവിടാണ് ഒത്തിരി പ്രോസസ്സ് നടക്കുന്നത്. സോപ്പ് കമ്പനി പറയുകയാണെങ്കിൽ ഫസ്റ്റ് അതിന്റെ
എന്താണ് ആ സാധനം റോ മെറ്റീരിയലിൽ നിന്ന് ആ ഒരു മിക്സ്ചർ ക്രിയേറ്റ് ചെയ്ത് കളേഴ്സ് ഒക്കെ ഫില്ല് ചെയ്ത് ഭയങ്കര എന്താ വേണ്ട പെർഫ്യൂംസും കാര്യമൊക്കെ ആഡ് ചെയ്ത് ആ സോപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിന് ഈ ഷേപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പാക്കിംഗ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്റ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ പ്രോസസ് ആയിട്ട് നടക്കുന്നിടത്താണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോസ്റ്റ് എപ്പോഴാണ് അസർട്ടൈൻ ചെയ്യുന്നത്, ലാസ്റ്റ് ആയിരിക്കും അസർട്ടൈൻ ചെയ്യുന്നത്. ഇതൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, നമുക്ക് ഇത്രയും തിയറി ഒന്ന് നോക്കണം. താഴോട്ട് വരുമ്പോൾ ഞാൻ പോയിന്റഡ് ആയിട്ട് ആവശ്യമുള്ളത് നമുക്ക് എന്താ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോ ഒരു ബേസിക് ഐഡിയ മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്നാണ്. ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, ഏതൊക്കെ ഓർഗനൈസേഷനിലാണ് ഉപയോഗിക്കുന്നതെന്ന് ഈ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക്, അതായത് നമ്മൾ ഇത് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഞാൻ പറഞ്ഞ 2 കീവേഡ് ഓർത്താൽ നമുക്ക് എളുപ്പം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. മിക്കവാറും ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 4 ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്പനീസ് തന്നിട്ട് ഇതിനകത്ത് പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് ഏത് കമ്പനിയാണെന്നായിരിക്കും ചോദ്യം വരുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്, നിങ്ങൾ തന്നെ നോക്കുക അവിടെ പ്രോസസ് വല്ലതും നടക്കുന്നുണ്ടോ. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് പ്രോസസ് വല്ലതും നടക്കുന്നുണ്ടോ. രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് ഹോമോജിനിയസ് പ്രൊഡക്ട്സ് ആണോ. ലാസ്റ്റ് നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ മാസ് പ്രൊഡക്ഷൻ ഉണ്ടോ. ഓക്കെ, ഈ ഒരു 3 കീവേഡ്സ് നോക്കിയാൽ ഏതൊരു എക്സാമ്പിൾ വന്നാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം പ്രോസസ് കോസ്റ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. അതായത് പ്രോസസ്സ്, അതായത് ഇത് എന്താണ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യല്ല, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ചെയ്തെടുക്കേണ്ടത്, അതായത് ഒത്തിരി ടൈം എടുക്കുന്ന പ്രോസസ് ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. രണ്ടാമത് എന്താണ്, ഹോമോജിനിയസ് പ്രൊഡക്ട്സ് ആണോ, അതായത് ആ ഓർഗനൈസേഷൻ പല പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാതെ ഒറ്റ പ്രൊഡക്റ്റ് തന്നെ ആ ഹോമോജിനിയസ് നേച്ചറിലുള്ള പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് നോക്കേണ്ടത് എന്താണ്, ഇറ്റ്സ് മാസ് പ്രൊഡക്ഷൻ, അതായത് ഒരു എന്താ കോൺട്രാക്ടിവിറ്റി എന്താണ്, നമുക്ക് ഹോമോജിനിയസ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം, പ്രോസസ് ഉള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ, അതൊക്കെ ബാച്ച് കോസ്റ്റിംഗിലേക്ക് പോകും. ഇതെന്താണ് മാസ് പ്രൊഡക്ഷൻ, അതായത് എന്താണ് ഹ്യൂജ് ലെവൽ ഓഫ് ഹൈ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗനൈസേഷൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് കൺവീനിയന്റ്ലി എംപ്ലോയ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് ക്രൂഡ് ഓയിൽ റിഫൈനിങ്. നമുക്കറിയാം അവിടെ എന്താണ്, അവിടെ പ്രോസസ് നടക്കുന്നുണ്ട്, ഹോമോജീനിയസ് പ്രൊഡക്ട്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാസ് പ്രൊഡക്ഷൻ ആണ് അല്ലെ. കെമിക്കൽ ആൻഡ് മാനുഫാക്ചറിങ്, ഷുഗർ ആൻഡ് മാനുഫാക്ചറിങ്, പേപ്പർ മേക്കിംഗ്, ടെക്സ്റ്റൈൽ സ്പിന്നിങ്, വീവിംഗ്, സോപ്പ് മേക്കിംഗ്, ബിസ്ക്കറ്റ് വർക്ക്സ്, ഇവിടെയൊക്കെ എന്താണ് ഇതെല്ലാം പ്രോസസ് നടക്കുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാവുന്നത് ഇത് പ്രോസസ് ഉണ്ടോ. അപ്പൊ നോക്കുമ്പോ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോസസ് ഉള്ള ഏതുണ്ടോ അതങ്ങ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഈ എക്സാമ്പിൾസ് ഒക്കെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചിട്ട് പോകാം. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് നമ്മൾ ഒരു പോയിന്റ് ഔട്ട് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ എന്താണ്, കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു എന്താണ് ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് ഒരു പ്രൊഡക്റ്റ് ആണോ, ഇല്ല. 100 പ്രൊഡക്റ്റ് ആണോ, അല്ല. നമ്മുടെ പ്രൊഡക്ട്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ, സെക്കൻഡ് സ്റ്റേജ് വെയിറ്റ് ചെയ്യാതെ തന്നെ അടുത്ത പ്രോസസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നതായിരിക്കും. ഇൻ ഓർഡർ ടു അപ്ലൈ process costing, production cost should be continuous. It means that the finished product of one process becomes the raw material of the next process. അതായത് ഇവിടെ ഒരു കീവേഡ്സ് നമുക്ക് കിട്ടി. അതായത് ഒരു പ്രോസസ്സിന്റെ എന്താണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് അതിന്റെ തൊട്ടടുത്തുള്ള പ്രോസസ്സിന്റെ എന്താ റോ മെറ്റീരിയൽ. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു, ഇവിടുത്തെ റോ മെറ്റീരിയൽ എന്താണ്, ആ സോപ്പിന്റെ എന്താണ് കുറെ മിക്സ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഓയില്, പെർഫ്യൂം അങ്ങനെയുള്ളതായിരിക്കും. അത് വെച്ചിട്ട് നമ്മളവിടെ അതിന്റെ ആ ഒരു എന്താണ് ആ ഒരു കോംബോ മിക്സ്ചർ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഈ സ്റ്റേജിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അത് നെക്സ്റ്റ് സ്റ്റേജിന്റെ മോൾഡ് ചെയ്തെടുക്കേണ്ട ആ ഒരു സ്റ്റേജിന്റെ എന്താണ് റോ മെറ്റീരിയൽ എന്താണ്, ഈ മിക്സ്ചർ ആണ്. എന്നിട്ട് മോൾഡ് ചെയ്ത ആ സോപ്പിന്റെ ഷേപ്പ് ആണ് എന്ത്, സെക്കൻഡ് സ്റ്റേജിന്റെ സെക്കൻഡ് പ്രോസസ്സിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അതാണ് എന്താ പാക്ക് ചെയ്യണമെങ്കിൽ അവിടെ റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് എന്താണ്, ആ സോപ്പ് അല്ലെ, മോൾഡ് ചെയ്ത് ഫൈനലായിട്ടിരിക്കുന്ന ആ സോപ്പ്. അപ്പൊ ഒരു സ്റ്റേജിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും അതിന്റെ തൊട്ടടുത്ത സ്റ്റേജിന്റെ എന്താ റോ മെറ്റീരിയൽ. അങ്ങനെയുള്ളിടത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് എന്താണ്, ഡിസ്റ്റിന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു സ്റ്റേജ് ആണ് ഡിഫറെന്റ്, നമ്മളിപ്പോ ഇവിടെ തന്നെ 3 സ്റ്റേജസ് കണ്ടില്ലേ, അതുപോലെ ഡിസ്റ്റിന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. ദ ഫാക്ടറി ഓർ ദ ഹോൾ
production activities are divided into departments or process which are limited to some specific operations. അതായത് എന്താണ്, ഒരു പ്രോസസ് ആണോ? അല്ല, നമ്പർ ഓഫ് പ്രോസസ് അല്ലെ പ്രൊഡക്ഷൻ എന്താണ് ഡിപ്പാർട്ട്മെന്റ്സ് അവിടെ കാണും. ദെൻ എന്താണ് പറയുന്നത്, പ്രൊഡക്ഷൻ ഓഫ് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹോമോജീനിയസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞത് തന്നെയാണ് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ്. ഓൺലി ഐഡന്റിക്കൽ പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം പ്രോസസ് ഓൺ എ കണ്ടിന്യൂസ് ഫ്ലോ. ഓക്കെ, ഹോമോജീനിയസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞ 3 കീവേഡ് തന്നെയാണ്. അതിന്റെ ഒരു കണ്ടിന്യൂഷനും എക്സ്പ്ലനേഷനും തന്നെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ, ഡിസ്റ്റിന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെന്താ ഒരു കീവേഡിലൂടെ പറഞ്ഞു, ഒന്നിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേജിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. Then identical products, അതായത് homogeneous products ആണ് പറഞ്ഞ. Then separate account for each process. ഓരോ പ്രോസസ്സിനും കൂടെ ഒറ്റ എന്താണ് അക്കൗണ്ട് അല്ല നമ്മൾ വരയ്ക്കുന്നത്. ഓരോ പ്രോസസ്സിന് പ്രോസസ് 1, പ്രോസസ് 2 ആൻഡ് പ്രോസസ് 3 ഉണ്ടെങ്കിൽ പ്രോസസ് 1 ഒരു അക്കൗണ്ട്, പ്രോസസ് 2 ഒരു അക്കൗണ്ട്, പ്രോസസ് 3 വേറൊരു അക്കൗണ്ട്. അങ്ങനെ എത്ര സ്റ്റേജസ് ഉണ്ടോ അത്രയും സ്റ്റേജസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെന്റ് സോ ആസ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ഈച്ച് സച്ച് പ്രോസസ് ഡിപ്പാർട്ട്മെന്റ് ഓർ കോസ്റ്റ് സെന്റർ. നമ്മൾ പറഞ്ഞു ഓരോ പ്രോസസ് കഴിയുമ്പോഴും അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നില്ലേ, അപ്പൊ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പ്രോസസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കം ദ ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് പ്രോസസ്. Already discussed ചെയ്തതാണ്. The finished product of one process becomes the raw material of the next process until the fully finished product ready for sale is obtained. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എന്താ പറഞ്ഞത്, ഒരു പ്രോസസ്സിന്റെ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അടുത്ത ഇതിന്റെ എന്താവുന്നു, റോ മെറ്റീരിയൽ ആവും. ഇതിങ്ങനെ പോയി ഇരിക്കും അല്ലെ, എവിടം വരാ, നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണ്, ലാസ്റ്റത്തെ ഫിനിഷ്ഡ് ഗുഡ്സ് എവിടേക്കാ പോകുന്നത്, പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു. പിന്നെ ആ ഫിനിഷ്ഡ് ഗുഡ്സ് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്, സെയിൽസിന് വേണ്ടിയായിരിക്കും പോകുന്നത്. അതായത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോസസ് അക്കൗണ്ടിന്റെ ഫിനിഷ്ഡ് ഗുഡ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്താ, സെയിൽസിലേക്കായിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, റെക്കോർഡിംഗ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ്. ഇത് നമുക്ക് ഫോർമാറ്റ് ഒക്കെ കാണുമ്പോൾ നല്ല ഐഡിയ കിട്ടും. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നോർമലി ഇപ്പൊ നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും അതിന്റെ എമൗണ്ട് മാത്രമേ കാണിക്കാറുള്ളൂ അല്ലെ, കോസ്റ്റ് മാത്രമേ കാണിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, ക്വാണ്ടിറ്റിക്ക് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആ ഫോർമാറ്റും പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നതാണ്. പ്രൊഡക്ഷൻ റെക്കോർഡ്സ് ഓഫ് ഈച്ച് പ്രോസസ് ആർ സോ മെയിൻറ്റെയിൻഡ് as would show the physical unit of output and cost in each process of department. നമ്മൾ ആ ഫിസിക്കൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അതായത് എന്താണ് ക്വാണ്ടിറ്റി കാണിക്കാറുണ്ട്. റൈസിംഗ് ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ലോസസ് ഓർ ഗെയിൻസ്. Normal and abnormal losses or gains are likely to arise in processing. These are to be properly recorded at each process. അതായത് എന്താണ്, പ്രോസസ് കോസ്റ്റിംഗില് നമ്മൾ നോർമൽ ലോസിന്റെയും അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും ഈ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. ഇതിന്റെ റെക്കോർഡിങ്ങിനെ പറ്റിയൊക്കെ നമുക്ക് ഇനി കാണാം. ബൈ പ്രൊഡക്ട്സ് ആൻഡ് ജോയിന്റ് പ്രൊഡക്ട്സ് ഇതെന്താണ്, ഇവിടെ നേരത്തെ ചോദ്യം വരാം. എന്താണ് ബൈ പ്രൊഡക്റ്റ്, എന്താണ് ജോയിന്റ് പ്രൊഡക്റ്റ്, ഇത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ പ്രോസസ് കോസ്റ്റിംഗിൽ നമ്മൾ ഇങ്ങനെ ഓരോ പ്രോസസ് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഒരു എന്താണ് അത് 2 കാര്യത്തിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്താണ് ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഒന്ന് സോപ്പ് ആക്കുകയും അടുത്തത് ഷാംപൂ ആക്കുകയാണെന്ന് കേൾക്കുക. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, അത്രയും വരെ വന്ന പ്രോസസ്സ് സെയിം ആയിരിക്കും, അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ ഫോം ഉണ്ടാക്കി ഒന്ന് ലിക്വിഡ് ഫോർമാറ്റിലേക്കും ഒന്ന് സോളിഡ് ഫോർമാറ്റിലേക്കുമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒന്ന് സോപ്പായിട്ടും ഒന്ന് ഷാംപൂ ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് നോക്കിയേ, വേണ്ട ഒരു നമ്മള് 2 അല്ലെ 2ൽ കൂടുതൽ കാര്യങ്ങളായിട്ട് 2 or more പ്രൊഡക്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ജോയിന്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ബൈ പ്രൊഡക്ട്സിന് ഇതുപോലെ തന്നെ ഒരു കാര്യം 2 ആയിട്ട് മാറുന്നു ആണ്, പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നോക്കിക്കോണേ, എന്താണ് ജോയിന്റ് പ്രൊഡക്റ്റ്, എന്താണ് ബൈ പ്രൊഡക്റ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോപ്പും ഷാംപൂ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ഇതിന് 2നും എന്താണ് ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെ. മാർക്കറ്റിൽ വന്ന സോപ്പിന് ഒരു നല്ല മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഷാംപൂവിന് ഒരു മാർക്കറ്റ് ഉണ്ട് അല്ലെ. ഒന്നിനേക്കാളും മികച്ചത് എന്നൊന്നും നമുക്ക് പറയാനില്ല. അപ്പൊ ഈക്വൽ ഇമ്പോർട്ടൻസ് 2 പ്രൊഡക്ട്സ് ഉണ്ടാകുന്നു. അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അതാണ് എന്ത്, ജോയിന്റ് പ്രൊഡക്ട്സ്.
ഈ ക്വസ്റ്റ്യൻ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതി പല രീതിയും ചോദിക്കാം. ചിലപ്പോൾ അവർ ചോദിക്കുന്നത് 2 or more പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്തുണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കാം. അങ്ങനല്ല, 2 പ്രൊഡക്ട്സുകൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതല്ല ജോയിന്റ് പ്രൊഡക്റ്റ്. എന്താണ് ജോയിന്റ് പ്രൊഡക്റ്റ്? ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് 2 പ്രൊഡക്റ്റ് പിന്നീട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ്ട് 2 എണ്ണം ജോയിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതല്ല ജോയിന്റ് പ്രൊഡക്റ്റ്. ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നിന്ന് 2 കൂടുതലോ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നു ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള 2 കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ജോയിന്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. കൺഫ്യൂസ് ചെയ്യിക്കാൻ ഈ രീതിയിൽ ചോദ്യം വരാം. 2 എണ്ണം ജോയിൻ ചെയ്ത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് ജോയിന്റ് പ്രൊഡക്റ്റ്. അതല്ല കേട്ടോ, നമ്മള് സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ബൈ പ്രൊഡക്റ്റ് എന്താണ്? ബൈ പ്രൊഡക്റ്റും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയായിരിക്കും ലക്ഷ്യം വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു നല്ല ബൈ പ്രൊഡക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഗോതമ്പൊക്കെ ഉണ്ടാക്കി വരുമ്പം ലാസ്റ്റ് എന്താണ് അതിന്റെ കൂടെ വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനമാണ് എന്ത് മൈദ എന്നൊക്കെ പറയട്ടെ. അപ്പൊ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. പക്ഷെ നമുക്കിപ്പം ഗോതമ്പിനേക്കാളും കൂടുതൽ ഇഷ്ടം മൈദയാണ്. അപ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്നൊക്കെ തോന്നും. അങ്ങനല്ല, അതിന്റെ ഒരു തരം വേസ്റ്റ് എന്നോ അല്ലെങ്കിൽ അതിന്റെ എന്താണ് മെറ്റീരിയലിന്റെ യൂസ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന റെസിഡ്യൂൾസ് എല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന പിന്നീട് വരുന്ന ഒരു പ്രൊഡക്റ്റ്. അത്രയും എന്താണ് വിത്ത് എ ലോവർ വാല്യൂ, ഒന്നിനൊരു ഹയർ വാല്യൂ. അതായത് ഇവിടെ സോപ്പിനും ഷാമ്പൂവിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയപ്പോ ജോയിന്റ് പ്രൊഡക്റ്റ് ആയി. അപ്പൊ ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലാതെ വരുക, അതായത് ഒരെണ്ണത്തിന് എന്താണ് 2 എണ്ണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഒരെണ്ണത്തിന് ഹൈ വാല്യൂ, ഒരെണ്ണത്തിന് ലോ വാല്യൂം ആണെന്ന് കരുതുക. ഓക്കെ, ആ ലോ വാല്യൂ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈ പ്രൊഡക്ട്സ്. ഓക്കെ, ഹൈ വാല്യൂ ഉള്ളത് നമ്മുടെ അതിനെന്ത് പറയും? മെയിൻ പ്രൊഡക്റ്റ്. അത് കണ്ടന്റ് വരുമ്പോഴേ നമ്മൾ പറയാറുള്ളൂ മെയിൻ പ്രൊഡക്റ്റ്. 2 പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അപ്പൊ അതിനകത്ത് ഹൈ വാല്യൂ ഉള്ളത് മെയിൻ പ്രൊഡക്റ്റ്, ലോ വാല്യൂ വരുന്നതിന് എന്തെന്ന് പറയുന്നു? ബൈ പ്രൊഡക്റ്റ് എന്നും പറയുന്നു. ഈ ബൈ പ്രൊഡക്റ്റിന് വേണമെങ്കിൽ നമുക്ക് എന്താണ് സെക്കൻഡറി പ്രൊഡക്റ്റ് എന്ന് പറയാം. കാരണം മറ്റേത് പ്രൈമറി പ്രൊഡക്റ്റ് ആണല്ലോ, മെയിൻ പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ സെക്കൻഡറി പ്രൊഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാം സബ്സിഡറി പ്രൊഡക്റ്റ് എന്ന് പറയാം. കാരണം പ്രിൻസിപ്പൽ പ്രൊഡക്റ്റ് അല്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം എന്താണ്? ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പം നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് എന്താണ് ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് ഡിസ്കസ് ചെയ്തു, എന്താണ് ബൈ പ്രൊഡക്റ്റ്. 2 ഒരുപോലെ തന്നെയാണ്. ഒരേ പ്രോസസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ നിന്നാണ് 2 എണ്ണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ല 2 എണ്ണം ചേർന്ന് ഉണ്ടാവുന്നതല്ല ജോയിന്റ് പ്രൊഡക്റ്റ്. ഒരു പ്രോസസ്സിൽ നിന്ന് എന്താണ് 2 എണ്ണമായി സ്പ്ലിറ്റ് ചെയ്ത് 2 കൂടുതലോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നതിനെയാണ്, ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതിനെയാണ് നമ്മൾ ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈക്വൽ ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഒരെണ്ണത്തിന് ഒരു എന്താണ് ഒരു ഹൈ വാല്യൂവും, അതായത് ഒരു മെയിൻ പ്രൊഡക്റ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അതിന്റെ റെസിഡ്യൂൾസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലോവർ വാല്യൂ ഉള്ളതിനെയാണ് ഇത് പറയുന്നത് ബൈ പ്രൊഡക്റ്റ്, സെക്കൻഡറി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സബ്സിഡറി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് ആയിരുന്നു. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ, ഡിസ്റ്റിങ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ്, സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ഈച്ച് പ്രോസസ്, ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദ ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് പ്രോസസ്, recording of quantity and cost at each stage, arising of normal and abnormal losses or gains, byproducts and joint products. ഇവിടെ ചോദ്യം വരുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടും അതുപോലെ തന്നെ എന്താണ് ഈ ബൈ പ്രൊഡക്റ്റ് ജോയിന്റ് പ്രൊഡക്റ്റ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആപ്ലിക്കേഷനും ചോദിക്കുക. ആപ്ലിക്കേഷൻ നോക്കേണ്ട 3 കീവേഡ്സ് ഒക്കെ എപ്പോഴും ഓർത്തിരിക്കുക. നോക്കുക, പ്രൊസീജിയേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പൊ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ അക്കൗണ്ട് വരയ്ക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇത് എന്താ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഓക്കെ, പ്രോബ്ലം ഇനി അങ്ങോട്ട് വരുമ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഞാൻ വായിച്ചു വിടാം. ഡിവിഷൻ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഓർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ആർ ഡിവൈഡഡ് ഇൻടു ഡിസ്റ്റിങ്ക്ട് ആൻഡ് വെൽ ഡിഫൈൻഡ് പ്രോസസ്. ആദ്യം ഈ ചിലപ്പോൾ എന്താണ് ഇങ്ങനെ വാസ്റ്റ് വൈഡ് ആയിട്ട് കിടക്കുന്ന പ്രൊഡക്ഷൻ പ്രോസസ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക അല്ലെ, സെപ്പറേറ്റ് ചെയ്യുക. ഓരോന്നും ഓരോ പ്രോസസ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ്. ഇപ്പൊ ഒരു എന്താണ് നമുക്കിപ്പം എന്താണ് നമ്മുടെ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അവർ എന്താ റോ മെറ്റീരിയൽ ആയിട്ട് ചിലപ്പോൾ അവർക്ക് നൂലായിരിക്കും കിട്ടുന്നത്. ആ നൂല് എന്താണ് തുന്നി ചേർത്ത് ആദ്യം ക്ലോത്ത് ഉണ്ടാക്കി ആ ക്ലോത്ത് എന്താണ് പിന്നെ എന്ത് ചെയ്യുന്നു കളറൊക്കെ ചെയ്യുന്ന വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പിന്നെ അത് കട്ട് ചെയ്യുന്ന വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അത് വെച്ച് ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പിന്നീട് അതിനകത്ത് ബട്ടൺസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ലാസ്റ്റ് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് ഫൈനൽ ബോക്സിലാക്കുന്നത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പൊ നോക്കുമ്പോൾ ഒരു ഷർട്ടിന്റെ പ്രോസസ് ആണ്. കണ്ടിന്യൂസ് ഒരു ഷർട്ട് മേക്കിംഗ് കമ്പനി ആണെങ്കിൽ ഇങ്ങനെ ഷർട്ടിന്റെ പ്രോസസ് ആണ് അല്ലെ. അപ്പൊ അതിനൊരു ഡിസ്റ്റിങ് സ്റ്റേജസ് ആയിട്ട് ഇവിടെ ഇത്രയും വരെയാണ് ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്ന് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക അല്ലെ, സെപ്പറേറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇതേ ചോദ്യം നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാനേ.
ഓക്കെ, അക്യുമുലേഷൻ ഓഫ് കോസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് എന്താണ് ഓരോന്നും ഓരോ പ്രോസസ് ആയി മാറി. അപ്പൊ ഓരോ പ്രോസസ്സിലും എത്രത്തോളം കോസ്റ്റ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓൾ കോസ്റ്റ് ആർ കളക്ടഡ് ആൻഡ് ക്ലാസിഫൈഡ് ബൈ പ്രോസസ്. അടുത്ത എന്താണ്? സെപ്പറേറ്റ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു ഓരോ പ്രോസസ്സിനും ഓരോ അക്കൗണ്ട് ആണ്. അപ്പൊ ഓരോ അക്കൗണ്ടുകൾ വരയ്ക്കുക. സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് പ്രോസസ്. അപ്പൊ ഓരോന്നിനും നമ്മൾ അക്കൗണ്ട് വരയ്ക്കും. അക്കൗണ്ടൊക്കെ നമ്മൾ കാണാം. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഈച്ച് കോസ്റ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, കോസ്റ്റ് ഓഫ് ലേബർ, ഡയറക്ട് എക്സ്പെൻസസ്, ഇൻഡയറക്ട് എക്സ്പെൻസസ് എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഫോർമാറ്റ് നോക്കി ഇതെല്ലാം പഠിക്കണം. കാരണം നമ്മുടെ എക്സാമിന് ചിലപ്പം പ്രോസസ് അക്കൗണ്ടിൽ ഒരു ഐറ്റം തന്നിട്ട് അത് ഡെബിറ്റ് ചെയ്യാനോ ക്രെഡിറ്റ് ചെയ്യാനോ എന്നൊക്കെ ചോദിക്കും. ക്രെഡിറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്, കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാനും ക്രെഡിറ്റ് ചെയ്യാനുമുള്ള ഐറ്റംസ് എല്ലാം എഴുതി നമ്മൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആണ് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. Equivalent production units are calculated for work in progress on the basis of percentage estimate of degree of completion. നമ്മള് ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു ഇത് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്ത് ചിലപ്പോൾ നോർമലി നമുക്ക് ചെയ്ത് മാറ്റാം. പക്ഷെ വർക്ക് ഇൻ പ്രോഗ്രസ് വരികയാണെങ്കിൽ അപ്പൊ എന്താണ്? ഇക്വലന്റ് പ്രൊഡക്ഷനും കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് ഓരോന്ന് പ്രോബ്ലം നോക്കി തന്നെ പോകും. Then calculation of average cost. ഇതെല്ലാം കമ്പ്യൂട്ട് ചെയ്താൽ ടേബിളിലോട്ട് നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആവറേജ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പ്രോസസ് വിത്ത് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ്? കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്ന? ആദ്യം എത്ര ടോട്ടൽ കോസ്റ്റ് ഉണ്ട് അതിന്റെ വെച്ച് ടോട്ടൽ ക്വാണ്ടിറ്റി അല്ലെ ടോട്ടൽ ഔട്ട്പുട്ട്. ചിലപ്പം ഇൻപുട്ടിന് ഒത്തായിരിക്കണമെന്നില്ല ഔട്ട്പുട്ട്. അതായത് നമ്മളിപ്പം 100 യൂണിറ്റ്സ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തെങ്കിൽ ഔട്ട്പുട്ട് ചിലപ്പം അത്രയും തന്നെ ഉണ്ടാവണം എന്നില്ല. അത് ലോസസിന്റെ കേസാണ്. അതൊക്കെ നമുക്ക് ഓക്കെ. അപ്പം നമ്മള് എന്താണ്? കോസ്റ്റ് കണ്ടുപിടിച്ചു. ട്രാൻസ്ഫർ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു. ഒരു പ്രോസസ്സിന്റെ ഫിനിഷ്ഡ് ഗുഡ് ആ നെക്സ്റ്റ് പ്രോസസ്സിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് മാറണം അല്ലെ? അങ്ങനെയാണ്. അത് പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴും അതുപോലെയാണ്. അതായത് നമ്മൾ ആ ഒരു അക്കൗണ്ട് ഇപ്പം എന്താണ്? ഒരു ഫസ്റ്റ് പ്രോസസ് 1ന്റെ അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഇക്വലന്റ് പ്രൊഡക്ഷനും എല്ലാം കൊടുത്ത് ആവറേജ് കോസ്റ്റും കമ്പ്യൂട്ട് ചെയ്ത് ലാസ്റ്റ് ഇത് ടാലിയൊക്കെ ആക്കാൻ വേണ്ടി നമ്മൾ ബാലൻസിങ് ചെയ്യുമല്ലോ. ബാലൻസ് ചെയ്തത് എന്ത് ചെയ്യും? അടുത്ത പ്രോസസ്സിലേക്കായിരിക്കും കൊടുക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ഫോർമാറ്റ് നോക്കാം. അപ്പൊ നല്ലൊരു ഐഡിയ കിട്ടും. നോക്കിയേ, ഇതാണ് ഒരു സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിന്റെ, അതായത് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ലാത്ത ഒരു പ്രോസസ് അക്കൗണ്ടിങ്ങിന്റെ ഫോർമാറ്റ് ആണ് ഇത്. നോക്കിയേ, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന പോലത്തെ ഒരു ഫോർമാറ്റ് ആണ്. പക്ഷെ ഇവിടെ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇതാണ് നമുക്ക് ഈ നോക്കാം. എന്തൊക്കെയാണ് മാറ്റങ്ങള്? നോക്കേ, ഇവിടെ എന്താണ്? എമൗണ്ട് മാത്രമാണോ? കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പോ നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റിയും കാണിക്കും എന്ന് പറഞ്ഞു. ഒരു ക്വാണ്ടിറ്റിയുടെ ടേബിളും കാണും. ക്വാണ്ടിറ്റി കാണിക്കും. ഇതാണ് ഫസ്റ്റ്. പിന്നെ എന്താണ്? ഡെബിറ്റ് ചെയ്യുന്ന എന്തൊക്കെ ഐറ്റംസ് ആണ്? ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസസ്, ഫാക്ടറി ഓവർഹെഡ്. അതായത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ, ഡയറക്ട് മെറ്റീരിയലും ലേബറും ഓവർഹെഡ് ഒക്കെ എന്താണ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്ട് മെറ്റീരിയൽ അതിനുവേണ്ടി ചേർന്ന എല്ലാം നമുക്കറിയാം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിലെ സാധനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെലവായത് അതെല്ലാം ഡെബിറ്റ് ചെയ്യും. ഡയറക്ട് മെറ്റീരിയൽ ഒരു എക്സ്പെൻസ് ആണ്, ഡയറക്ട് ലേബർ ഒരു എക്സ്പെൻസ് ആണ്, ഡയറക്ട് എക്സ്പെൻസ് ഓൾറെഡി ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഫാക്ടറി ഓവർഹെഡ് അതും ഡെബിറ്റ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് കൺഫ്യൂഷൻ. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കി, ഇത്രയും ചെലവായി, ഇത്രയും കോസ്റ്റ് ആയി അല്ലെ? കോസ്റ്റ് ആയത് നമ്മൾ അടുത്ത എങ്ങോട്ടാണ് ബാലൻസ് ചെയ്തത്? അടുത്ത ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ടിങ് ആണ്. ഇപ്പൊ നമ്മുടെ പ്രോസസ് 1 അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഏത് അക്കൗണ്ടിലോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോസസ് 2 അക്കൗണ്ടിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു ഇതിന്റെ അതായത് പ്രോസസ് 1ന്റെ ഫിനിഷ്ഡ് ഗുഡ് പ്രോസസ് 2ന്റെ റോ മെറ്റീരിയൽ ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന് നമ്മൾ അക്കൗണ്ട് ഫോർമാറ്റിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പ്രോസസ് 2 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രോസസ് 1 അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. അതായത് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഭാഗമാണ് ഈ കാണിക്കുന്നത്. ശരിക്കും ഇത് ഡെബിറ്റ് സൈഡും
ഇങ്ങോട്ടാണ് ഇത് വരയ്ക്കേണ്ടത്, ഈ താഴ്ഭാഗത്ത് കിടക്കുന്ന ഇപ്പുറത്താണ്. ഓക്കെ, ഇത് ക്രെഡിറ്റ് സൈഡിലുള്ള കാര്യങ്ങളാണ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ട്രാൻസ്ഫർ ഫ്രം പ്രീവിയസ് പ്രോസസ്, അതായത് ഇപ്പം നമ്മള് ഫസ്റ്റ് പ്രോസസ് അല്ല സെക്കൻഡ് പ്രോസസ് ആണ്, ഇതിപ്പോ പ്രോസസ് 2 അക്കൗണ്ട് ആണെങ്കിൽ ഫസ്റ്റ് ഐറ്റം എന്തായിരിക്കും, പ്രോസസ് 1 അക്കൗണ്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളായിരിക്കും പ്രോസസ് 1 അക്കൗണ്ട്. അവിടുന്ന് കൊണ്ടുവന്ന എത്ര ക്വാണ്ടിറ്റിയും അതിന്റെ കോസ്റ്റ്. നമ്മൾ പറഞ്ഞ പ്രോസസ് അക്കൗണ്ടിൽ എന്താണ് ക്വാണ്ടിറ്റിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ ഡെബിറ്റ് ചെയ്യും, ഡയറക്ട് മെറ്റീരിയൽ, ആ ഒരു രണ്ടാമത്തെ പ്രോസസ്സിൽ ഉണ്ടായ മെറ്റീരിയൽ എന്താണ്, ഡയറക്ട് ലേബർ എന്താണ്, ഡയറക്ട് എക്സ്പെൻസ് എന്താണ്, ഫാക്ടറി ഓവർഹെഡ് എന്താണ്, അതെല്ലാം ഡെബിറ്റ് ചെയ്യും. പിന്നെ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ്, അടുത്ത നോക്കും നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതൊരു ഫൈനൽ ഇത് ലാസ്റ്റ് പ്രോസസ് ആണെന്ന് കരുതുകയെ, 2 പ്രോസസ്സേ ഉള്ളൂ, ലാസ്റ്റ് പ്രോസസ് ആണെന്ന് കരുതുക, അതായത് തേർഡ് പ്രോസസ് ഇല്ല. അപ്പൊ നമ്മൾ എങ്ങോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു ബാലൻസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്, ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്കായിരിക്കും, ഫിനിഷ്ഡ് ഗുഡ്സിലേക്കായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇത് നോക്കിയ ക്രെഡിറ്റ് സൈഡ് 2 ഐറ്റം കൂടെ കൊടുത്തേക്കുന്നുണ്ട്, നോർമൽ ലോസും അബ്നോർമൽ ലോസും. അതായത് നോർമൽ ലോസ് എന്താണ്, അബ്നോർമൽ ലോസ് എന്താണ്, നമുക്ക് നോക്കാം. അപ്പൊ അതൊക്കെ എന്താണ്, ആ കിട്ടുന്ന വാല്യൂ എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതാണ്ട് ഇവിടെ തിയറി നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിരുന്നു അറൈസിംഗ് ഓഫ് നോർമൽ ലോസ്, അതുപോലെ അബ്നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ഗെയിൻ, 3 ഐറ്റങ്ങളാണുള്ളത്. നോർമൽ ലോസ്, നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. നോർമൽ ലോസ് ഉണ്ടാവാം, അബ്നോർമൽ ലോസ് ഉണ്ടാവാം, അബ്നോർമൽ ഗെയിനും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അബ്നോർമൽ ലോസും നോർമൽ ലോസും എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അത് രണ്ടും ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അബ്നോർമൽ ഗെയിൻ ആയിരുന്നെങ്കിലോ, അബ്നോർമൽ ഗെയിൻ ആയിരുന്നെങ്കിലോ അത് നമ്മള് ഡെബിറ്റില് താണ്ടി ഫാക്ടറി ഓവർഹെഡ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടാണ് കാണിക്കേണ്ടത്. ഗെയിൻ ആണെങ്കിൽ അത് ഡെബിറ്റും ചെയ്യണം. ലോസിന് നമുക്ക് എന്താണ് നോർമൽ ലോസ് അല്ലെ അബ്നോർമൽ ലോസുകൾ ആണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി മെറ്റീരിയൽ ലോസ്, അതായത് നമുക്ക് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം. അതായത് ഞാൻ ഈ ഒരു മൊഡ്യൂളിനെ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാല് നമുക്ക് പ്രോസസ് കോസ്റ്റിങ്ങിന് നോർമൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. നോർമൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഏതൊക്കെ, നോർമൽ ലോസിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് കാണാം. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ എന്നാണ് പഠിക്കേണ്ടത്. കാരണം നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നത് ചെറിയ രീതിയിൽ ചോദിക്കും, നമ്പേഴ്സ് ഇട്ട് തന്നെ, അല്ലെങ്കിൽ കൂടുതലും ഇതിന്റെ എന്താണ് ട്രീറ്റ്മെന്റുകളും സ്റ്റേറ്റ്മെന്റ് രീതിയിൽ തരുന്നതായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ. അപ്പൊ എന്താണ് നോർമൽ അഡ്ജസ്റ്റ്മെന്റ്സ് പറയുന്നത് വെച്ചാൽ നോർമൽ ലോസിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരാം, അബ്നോർമൽ ലോസിന്റെ വരാം, അബ്നോർമൽ ഗെയിന്റെ വരാം. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട 3 അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ഏതാ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്റർ ട്രാൻസ്ഫർ പ്രോഫിറ്റ്. അതൊക്കെ എന്താന്ന് പഠിക്കാം. ഓക്കെ, നമ്മുടെ സിലബസ് ഇതെല്ലാം ഇങ്ങനെ തന്നെ ഈ കീവേഡ്സ് തന്നെ പറയുന്നുണ്ട്. ഇന്റർ ട്രാൻസ്ഫർ പ്രോഫിറ്റ്, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് പഠിക്കാണ്ട്. പിന്നീട് പഠിക്കാനുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് വരുമ്പോൾ ഉള്ള അത് വരുന്നതാണ് ഇക്വലന്റ്. അത് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ ഇങ്ങനെയായിരിക്കും കൊടുത്തിരിക്കുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്, ദെൻ ഇന്റർ ട്രാൻസ്ഫർ പ്രോഫിറ്റ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഇക്വലന്റ് പ്രൊഡക്ഷൻ. ഇതാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന നീളത്തിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസ്. അത് ഇങ്ങനെയാണ് പ്രോസസ് കോസ്റ്റിംഗിന്റെ അഡ്ജസ്റ്റ്മെന്റുകളാണ്. നോർമൽ ലോസിന്റെയും അബ്നോർമൽ ഗെയിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒരു സെറ്റ്, ഇന്റർ ട്രാൻസ്ഫർ പ്രോഫിറ്റ് അതിന്റെ ഒരു സെപ്പറേറ്റ് അഡ്ജസ്റ്റ്മെന്റ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇത് ഓരോരോ ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, ഈ നോർമൽ സിറ്റുവേഷൻസ് ഈ കേസുകളിലോട്ടും വരാവേ, ഈ പ്രോബ്ലത്തിലോട്ടും ഒക്കെ വരാം. ഓക്കെ, ഇന്റർ ട്രാൻസ്ഫർ പ്രോഫിറ്റിന്റെ അതൊന്ന് പഠിക്കാം. പിന്നീട് വർക്ക് ഇൻ പ്രോഗ്രസ് വരുമ്പോൾ അത് എങ്ങനെയാണ്, അന്നേരം വരുമ്പോൾ നമ്മൾ എന്താ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് മെറ്റീരിയൽ ലോസസ്, അതായത് നമ്മൾ ഈ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ഗെയിൻ. അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മെറ്റീരിയൽ ലോസ്. നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് പഠിച്ചപ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. മെറ്റീരിയൽ ലോസസ് എത്ര ടൈപ്പ് ഉണ്ട്, 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, വേസ്റ്റ്, സ്ക്രാപ്പ്, സ്പോയിലേജ്, ഡിഫക്റ്റീവ് വർക്ക്. ഓക്കെ, ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്, അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻ എനി മാനുഫാക്ചറിംഗ് കമ്പനി സം മെറ്റീരിയൽ ഈസ് ലോസ്റ്റ് ഇൻ ദ സ്റ്റോർ ഓർ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. സച്ച് ലോസ് മേ ബി ഇൻ ദ ഫോം ഓഫ് വേസ്റ്റ്, സ്ക്രാപ്പ്, സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ് വർക്ക്. അപ്പൊ അതിനെ നമ്മൾ സാധാരണ എന്താണ് മെറ്റീരിയൽ ലോസിനെ ആ രീതി 4 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ മെറ്റീരിയൽ ലോസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, നോർമൽ ലോസ് ആയിട്ടും
അബ്നോർമൽ ലോസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നോർമൽ ലോസിനകത്ത് എന്താണ് പറയുന്നത്? നോർമൽ ലോസും അബ്നോർമൽ ലോസും ഒക്കെ നമ്മൾ പഠിച്ചു. നോർമൽ ലോസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അത് ഓൾറെഡി സംഭവിച്ചിരിക്കും. നോർമൽ ലോസ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ ലോസ് വിച്ച് occurs due to the inherent nature of the materials and production process under normal conditions. It can be estimated in advance on the basis of past experience of the industry. Normal loss may be in the form of normal wastage, normal scrap, normal spoilage, normal defective, etc. It may occur at the beginning of the process or during a process. Number of units of normal loss equal to input into expected percentage of normal loss. ഓക്കെ, അപ്പൊ നോർമൽ ലോസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ നോർമലും അബ്നോർമലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. നോർമൽ എന്ന് വെച്ചാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരും? നോർമൽ വേസ്റ്റേജ്, നോർമൽ ആയിട്ടുള്ള സ്ക്രാപ്പ്, നോർമൽ സ്പോയിലേജ്, നോർമൽ ഡിഫക്റ്റീവ് എല്ലാം വരും അല്ലെ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു? പ്രോസസ് കോസ്റ്റിംഗ് എന്താണ്? 2 കോളം ഉണ്ട്, ക്വാണ്ടിറ്റിയും കാണിക്കണം, കോസ്റ്റിംഗ് കാണിക്കണം അല്ലെ. അപ്പൊ ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കും? ക്വാണ്ടിറ്റി അവര് പറഞ്ഞിരിക്കും, ഇത്ര എന്താണ് ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞിരിക്കും, ഇത്ര പെർസെന്റേജ് ക്വാണ്ടിറ്റി, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഇത്ര പെർസെന്റേജ് ആണ് നോർമൽ ലോസ് എന്ന് പറയും, ഇത്ര പെർസെന്റേജ് ആണ് നോർമൽ ലോസ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് നോർമൽ ലോസിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇൻപുട്ട് ഇൻറ്റു എക്സ്പെക്ടഡ് പെർസെന്റേജ് ഓഫ് നോർമൽ ലോസ്. അതായത് ഒരു ഓർഗനൈസേഷനില് ഇൻപുട്ട് ഒരു 100 യൂണിറ്റ്സ് ആണ് ഇൻപുട്ട് എന്ന് കരുതുക. അവർ പറയുന്നു 10% ആണ് നോർമൽ ലോസ് എന്ന് കരുതുക. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? ഇൻപുട്ട് എത്ര യൂണിറ്റ്സ് ആണ്? 100 യൂണിറ്റ്സ് ഇൻറ്റു എക്സ്പെക്ടഡ് പെർസെന്റേജ് ഓഫ് നോർമൽ ലോസ് എത്രയാണ്? 10%. അപ്പൊ 100ന്റെ 10% എന്ന് വെച്ചാൽ എത്രയാണ്? 10. അപ്പൊ 10 യൂണിറ്റ്സ്, കോസ്റ്റിന്റെ അല്ല പറയുന്നത്, ക്വാണ്ടിറ്റിയുടെ, യൂണിറ്റ്സിന്റെ ആണ് പറയുന്നത്. അപ്പൊ 10 യൂണിറ്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നോർമൽ ലോസ്. അപ്പൊ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ഇതായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മളടുത്ത് എന്താണ് അബ്നോർമൽ ലോസിന്റെ ഇക്വേഷൻ തന്നിട്ട് അതാണോ നോർമൽ ലോസിന്റെ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കി ചോദിക്കും. അപ്പൊ നോർമൽ ലോസിന്റെ യൂണിറ്റ്സിന്റെ ആണ്, ക്വാണ്ടിറ്റിയുടെ അല്ല. ആ ക്വാണ്ടിറ്റിയുടെ ആണ് കോസ്റ്റ്, പ്രൈസ് അമൗണ്ടിൽ പറയുന്നതല്ല. അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് നോർമൽ ലോസ് എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ഇൻറ്റു പെർസെന്റേജ് ഓഫ് നോർമൽ ലോസ്. ഓക്കെ, ഇൻപുട്ട് ഇൻറ്റു പെർസെന്റേജ് ഓഫ്, പെർസെന്റേജിലായിരിക്കും, എപ്പോഴും പെർസെന്റേജിലായിരിക്കും നമ്മുടെ നോർമൽ. കാരണം നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ എന്താണ് നമുക്കറിയാം ആ എത്ര പെർസെന്റേജ് ആയിരിക്കും. നമ്മളത് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കി ഇത്രത്തോളം ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അല്ലേ. അപ്പൊ ആ ഇൻപുട്ട് പെർസെന്റേജിലായിരിക്കും തരുന്നത്. അപ്പൊ ഇൻപുട്ട് നമുക്ക് കിട്ടി, ഇൻപുട്ടിൽ നിന്ന് വേണം ഇൻപുട്ട് ഇൻറ്റു എന്താണ് നോർമൽ പെർസെന്റേജ് ഓഫ് നോർമൽ ലോസ്. ഓക്കെ, ഈ നോർമൽ ലോസ് വെച്ചിട്ട് വേണം, അതിന്റെ ഒരു ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റൂ. അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താ അബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത്. ആദ്യം എന്താ ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കാം. ഇതും നമുക്ക് ചോദിക്കാം. നോർമൽ കോസ്റ്റിന്റെ കോസ്റ്റ് ഓഫ് നോർമൽ കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വേണമെങ്കിൽ നോർമൽ കോസ്റ്റിന്റെയും നോർമൽ ലോസിന്റെയും അബ്നോർമൽ ലോസിന്റെയും ഡിഫറൻസ് എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പം നോർമൽ ലോസ് ആണ് എന്തിന്റെ പാർട്ട്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ പാർട്ടായിട്ടുള്ളത് ഇത് നോർമൽ ലോസ്. The cost of normal loss is absorbed by the goods units produced by the inflating cost per unit. അതായത് നമുക്ക് 100 യൂണിറ്റ്സ് സാധനങ്ങളുണ്ട്, നോർമൽ ലോസ് സംഭവിച്ചത് 10 യൂണിറ്റ്സ് ആണ്. ശരിക്കും ആക്ച്വൽ ഔട്ട്പുട്ട് അപ്പൊ എത്രയേ ഉള്ളൂ? 100 മൈനസ് 10 എന്ന് പറയുന്നത് 90 യൂണിറ്റ്സ് ശരിക്കും ഔട്ട്പുട്ട് ഉള്ളു. ഇത് ഇൻപുട്ട് 100 യൂണിറ്റ്സ് ഇൻപുട്ട് കൊടുത്തു, പക്ഷെ ഔട്ട്പുട്ട് 100 യൂണിറ്റ്സ് വന്നില്ല. ഇവിടെ നമുക്ക് ലോസ് സംഭവിച്ചു. അപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് എത്രയായി? 90 യൂണിറ്റ്സ് ആയി. ഓക്കെ, അപ്പം നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോ ഈ 10 യൂണിറ്റിന്റെ എന്ത് ചെയ്യും? ഇതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഈ 90 യൂണിറ്റ്സിനകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നഷ്ടമാണ് എന്നും പറഞ്ഞ് എഴുതി വെക്കുകയല്ല. ബാക്കി വിൽക്കുന്ന അല്ലെ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ 90 യൂണിറ്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ 10 യൂണിറ്റ്സിന്റെ നഷ്ടം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ആ 10 യൂണിറ്റ്സിന്റെ ചെലവും കൂടി ഇതിനകത്തോട്ട്. ഇപ്പൊ നമുക്കറിയാം ചില പച്ചക്കറി കടയൊക്കെ ചെല്ലുമ്പോ എന്താണ് അവിടെ എന്താണ് നമുക്ക് എന്താണ് നമ്മൾ നോക്കുമ്പോ ഒത്തിരി പച്ചക്കറി എന്താണ് അവർക്ക് അവിഞ്ഞും അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അയ്യോ അവർക്ക് എന്തൊരു നഷ്ടമാണെന്ന് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഓൾറെഡി അവർക്ക് നല്ലതായിട്ട് വിൽക്കുന്ന ആ പ്രൊഡക്ട്സിനകത്ത്
അവര് അതിന്റെ കോസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വിൽക്കുന്നത്. ഓക്കെ, അതായത് അവിടെ എല്ലാം ആ ഒരു എന്താണ് അവരുടെ നോർമൽ ലോസിനെ അവർ മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോർമൽ ലോസ് അവർക്ക് അറിയാം അത്രയും അവിഞ്ഞു പോകുന്നു എന്ന് പറയുന്ന പോലെ എന്താണ് അപ്പൊ എന്താണ് ആ 10 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നു, ഓൾറെഡി വിൽക്കുന്ന അല്ലെ ഓൾറെഡി നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന 90 യൂണിറ്റ്സിലേക്ക് ഇവര് അതിന്റെ കോസ്റ്റ് 10 യൂണിറ്റ്സിന്റെ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് പറഞ്ഞ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രൊഡക്ഷൻ നോർമലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഓയിലൊക്കെ ഇല്ലയോ, അതൊക്കെ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു, നമുക്ക് തടയാൻ പറ്റുമോ? ഇല്ല. അബ്നോർമൽ ലോസ് അല്ലേ, അല്ല നോർമൽ ലോസ് അല്ലേ. അപ്പം അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ പാർട്ടാണ്. ഇറ്റ്സ് അബ്സോർബ്ഡ് ബൈ ദ ഗുഡ്സ് ആണ് എന്താ നോർമൽ ലോസ്. പിന്നെന്താണ് പറഞ്ഞത്, ദ കോസ്റ്റ് ഓഫ് പ്രോസസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ എനി റിയലൈസബിൾ വാല്യൂ. നമുക്ക് എന്താണ് റിയലൈസബിൾ വാല്യൂ എന്ന് വെച്ചാൽ ഈ സ്ക്രാപ്പ് വാല്യൂ എന്നൊക്കെ പറയത്തില്ല, അതായത് നമുക്കത് വിറ്റ് കിട്ടുന്നതെന്നൊക്കെ പറയത്തില്ലേ, അതായത് ഇതിന് നമ്മള് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിന് ഇപ്പം എന്താ 10 യൂണിറ്റ്സിന്റെ മുഴുവൻ എടുത്ത് നമുക്ക് 90 യൂണിറ്റ്സിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ചൊക്കെ അല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ തിരിച്ചു കിട്ടുന്ന അതിനെയാണ് നമ്മൾ റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് 3 കീവേഡ്സുകളാണ് പറഞ്ഞത്. ഒന്ന്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന്റെ കോസ്റ്റ് നോർമൽ ലോസിന്റെ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, റിയലൈസബിൾ വാല്യൂ വഴി റെഡ്യൂസ് ചെയ്യാം. ഇനി അബ്നോർമൽ ലോസ്, ഇതിന്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ലോസ് ആണ്. അല്ലെങ്കിൽ ഇത് ആക്സിഡന്റൽ ലോസ് ആണ്. which occur due to the abnormal reasons like substandard materials, carelessness of workers, machinery breakdown, unplanned operations, etc. Such losses are in excess of predetermined normal loss. Such losses cannot be estimated in advance. Thus, normal loss arise when actual loss are more than the expected losses. ഇതാണ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ എടുക്കുന്നു. അവിടെ ഇൻപുട്ട്, ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഇൻപുട്ട് 100 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായി നോർമൽ ലോസ് അവിടെ എത്രയാണ്, 10% ആണ് പറഞ്ഞു. അതായത് 100ന്റെ 10% 100 യൂണിറ്റ്സ് ആണ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന എന്താണ്, എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് എന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഔട്ട്പുട്ട് എന്താണ്, ഈ ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസും പോയി കഴിഞ്ഞ് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് എന്താണ്, 90 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് ആയിട്ട് 90 യൂണിറ്റ്സ് വേണമെന്നാണ്. പക്ഷെ ഇതാണ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 90 യൂണിറ്റ്സ് ഇല്ല, അതിലും കുറവാണ്, 80 യൂണിറ്റ്സേ ഉള്ളൂ എന്ന് കരുതുക. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതും ഇത് ആക്ച്വൽ ആയിട്ട് സംഭവിച്ച ഔട്ട്പുട്ടും. അപ്പൊ അബ്നോർമൽ ലോസ് ഉണ്ടാകുന്നില്ല. നമ്മളൊരു നോർമൽ ലോസ് ഇപ്പം 100 ഉണ്ടെങ്കിൽ 100ല് 10%, അതായത് 10 മാറ്റി 90, 10 പോയി 90 ഇത്രയും ഉണ്ടാവണമെന്ന് കരുതി. അതിലും കുറച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ എന്തോ അബ്നോർമൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചേ, നമ്മള് നോർമൽ ലോസ് സംഭവിച്ചു, ബാലൻസ് 90, ആ 90 ആയില്ല, ഫൈനൽ ഔട്ട്പുട്ട് 95 കിട്ടി. അതായത് നമ്മൾ പ്രതീക്ഷിച്ച നോർമൽ ലോസ് സംഭവിച്ചില്ല, അതിനെ അബ്നോർമൽ ഗെയിൻ എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പൊ നോക്കി കണ്ട, അബ്നോർമൽ ലോസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് എന്താണ് കണ്ട് ഈ ഒരു നോക്കിയാൽ മതി, ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസ് പോകുമ്പോൾ നമുക്ക് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് കിട്ടും. കണ്ട, നോർമൽ അല്ലെ, എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസ് പോകുമ്പോൾ ഉള്ളതാണ് എക്സ്പെക്ടഡ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന 90 ഇതാണ്. ഓക്കെ, യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് എന്താണ്, എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 90 യൂണിറ്റ്സ് ആണ്, ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്, 80 ആണ്. അപ്പൊ 90 മൈനസ് 80 അതാണ് അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സിൽ. നമ്മൾ ഇതെല്ലാം ക്വാണ്ടിറ്റിയിലാണ് പറയുന്നത്, കോസ്റ്റിന് വേറെ ഇക്വേഷൻ ആണ്, അതായത് എമൗണ്ട് പറയുന്നത്. അപ്പൊ 10 ആണ് അബ്നോർമൽ ലോസ്, 10 യൂണിറ്റ്സ് ക്വാണ്ടിറ്റിയിലാണ് പറയുന്നത് ലോസ്. ഓക്കെ, ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മറ്റേ ഓപ്പോസിറ്റ് ആണ്. മറ്റേ നോർമൽ ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. ഇത് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ടാമത് പറഞ്ഞ പോയിന്റ് നോർത്ത് പറഞ്ഞേ, എന്താണ് രണ്ടാമത് പറഞ്ഞ പോയിന്റ്, അബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് ഈസ് നോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ നഷ്ടം സംഭവിക്കുമെന്ന്, അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, മറ്റേത് ഈ ചാർജ് ടു ദ കോസ്റ്റ്
കോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മറ്റേത് നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് റിയലൈസബിൾ വാല്യൂലാണെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ റിയലൈസബിൾ വാല്യൂ എന്താണെന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ അന്ന് പറഞ്ഞു. പക്ഷെ ഈ അബ്നോർമൽ ലോസ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് എങ്ങോട്ടാണ്, പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ്. നമുക്ക് ലോസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇത് പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതി നമുക്ക് പ്രോബ്ലം പഠിക്കാം. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ്. നേരത്തെ നമ്മൾ അതിന്റെ യൂണിറ്റ്സ് ആണ് പറഞ്ഞത്. ഇത്ര ക്വാണ്ടിറ്റി 10 യൂണിറ്റ്സ് ആ ക്വാണ്ടിറ്റിയിലാണ് പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ എന്താണ് കോസ്റ്റ്, അതായത് ആ പ്രൈസിലെ ക്യാഷ് എമൗണ്ട് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണ്, എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ബൈ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് ഇൻടു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. ഇത് ഒന്നെങ്കിൽ ബൈഹേർട്ട് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോബ്ലം വെച്ച് പഠിക്കാം. ഞാൻ ഇച്ചിരി പ്രോബ്ലം വെച്ചിട്ടാണ് പഠിക്കുന്നത്. ആ പ്രോബ്ലത്തിന്റെ ഫോമാറ്റ് നോക്കി പഠിച്ചാൽ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. അപ്പം നോർമൽ കോസ്റ്റിന്റെ എന്താണ്, നോർമൽ ലോസിന്റെ കോസ്റ്റ് ആ പ്രൈസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, നമുക്ക് കിട്ടുന്ന നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോ എന്താണെന്ന് ഓർത്തോണേ. എന്താ നോർമൽ ഔട്ട്പുട്ട്, നമ്മൾ ചെയ്ത ഇൻപുട്ട് ആയിട്ടുള്ള 100 യൂണിറ്റ്സ് ആണോ നോർമൽ ഔട്ട്പുട്ട്? അല്ല, അതിനകത്തുനിന്ന് നോർമൽ ലോസ് ആയിട്ടുള്ള 10 കുറച്ചിട്ടുള്ള 90 ആണ് നോർമൽ ഔട്ട്പുട്ട്. ആ നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ അല്ല നോർമൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട്, അതിന്റെ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു എത്ര യൂണിറ്റ്സ് ആണ്. നമ്മൾ യൂണിറ്റ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ അബ്നോർമൽ ലോസിന്റെ, എത്ര യൂണിറ്റ്സ് ആണ്. ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അബ്നോർമൽ ലോസിന്റെ കോസ്റ്റ് കിട്ടുന്നതായിരിക്കും. നോർമൽ കോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. നോർമൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് വരാം. അപ്പൊ നല്ല ഐഡിയ കിട്ടും കേട്ടോ. നോർമൽ ഓർ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നോർമൽ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ഓഫ് യൂണിറ്റ്സ്. പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ ഇക്വേഷനിലേക്ക് വീണ്ടും വരാം. ഇനി ഫോർമാറ്റ് ഓഫ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഇപ്പുറത്തെ സൈഡിലാണ് വരേണ്ടത്, സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് തന്നെയാണ്. അപ്പൊ എന്താണ് അബ്നോർമൽ ലോസിൽ എന്താണ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ സ്ക്രാപ്പ് കാണിക്കുന്നത്. സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കാണിക്കും. അത് പി ആൻഡ് എല്ലിലേക്ക് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യാം, പി ആൻഡ് എല്ലിലേക്ക് കാണിക്കും. അതായത് നോർമൽ ലോസ് സംഭവിക്കുന്നത് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിയലൈസബിൾ വാല്യൂല് കിട്ടും. പക്ഷെ ബാലൻസ് കുറച്ച് റിയലൈസബിൾ കിട്ടണമെന്നില്ല. അത് എന്ത് ചെയ്യും, അത് നമ്മൾ പി ആൻഡ് എല്ലിലോട്ട് ചാർജ് ചെയ്യും. അപ്പം ഇവിടെ നിന്നൊക്കെ വരുന്ന ചോദ്യം എന്ന് വെച്ചാല് അബ്നോർമൽ ലോസിന്റെ പി ആൻഡ് എല്ല് എവിടാണ് ചെയ്യുന്നത്. നോക്കിയേ, പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അപ്പൊ എന്താണ് ചെയ്യുന്നത്, അബ്നോർമൽ ലോസിന് എന്താ ചെയ്യുന്നത്, പി ആൻഡ് എല്ലിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എന്താണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. കൂടുതൽ തിയറിയേക്കാളും എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, ഇക്വേഷൻ എന്തൊക്കെയാണ്, നോർമൽ അബ്നോർമൽ ലോസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ചിലപ്പോൾ കമ്പ്യൂട്ടേഷനും ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ കാണാപ്പാടം പഠിക്കുന്നതിനേക്കാളുമല്ല പ്രോബ്ലം ചെയ്ത് അങ്ങോട്ട് പഠിച്ചു വരുമ്പോഴത്തേക്ക് ആ ഫോർമാറ്റ് ഒക്കെ മനസ്സിൽ നിൽക്കും. ഓക്കെ, നമുക്കപ്പം ഒരു പ്രോബ്ലം ചെയ്യാം. അബ്നോർമൽ ലോസ് വേണമെങ്കിൽ എന്തായാലും നോർമൽ ലോസ് വന്നാല് നോർമൽ ലോസ് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നോർമൽ ലോസും അബ്നോർമൽ ലോസും വരുന്ന ഒരു പ്രോബ്ലം ആദ്യം നോക്കാം. ഓക്കെ, 100 units of raw materials were introduced to process X at 10 per unit. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് എക്സാമിൽ എഴുതാം. ജസ്റ്റ് എന്താണ് ഇൻപുട്ട് ഇത്രയാണ്, ഔട്ട്പുട്ട് ഇത്രയാണ്, ചിലപ്പോൾ അങ്ങനെ വരാം, ചിലപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടും പോവാട്ടോ. PSC അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻപുട്ട്. എക്സ് എന്ന് പറയുന്ന പ്രോസസ് എക്സിനകത്ത് ഇൻപുട്ട് എത്ര യൂണിറ്റാ വരുന്നത്, 1000 യൂണിറ്റ്സ്. ഒരെണ്ണത്തിന് 10 രൂപ വെച്ച്. ഓക്കെ, അവിടെ ഡയറക്റ്റ് ലേബറും തന്നിട്ടുണ്ട്, അതർ എക്സ്പെൻസും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ എത്ര ക്വസ്റ്റ്യന് തന്നേക്കുന്നത്, 3000 തന്നിട്ടുണ്ട്. അതർ എക്സ്പെൻസ് എത്ര തന്നിട്ടുണ്ട്, 2000 തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ നമുക്കറിയാം, പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ് എന്തൊക്കെയാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഫാക്ടറി ഓവർഹെഡ്. ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് കൊടുക്കുന്നത്, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്. ഡെബിറ്റ് സൈഡ് എന്തുണ്ട്, അബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എന്താണ്,
ഇൻപുട്ട്, അതായത് ഇറ്റ്സ് ഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്നുള്ളൊരു ഐഡിയ വേണേ. റോ മെറ്റീരിയലായിട്ട് വരിക എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് തന്നിരിക്കുന്നത് 100 യൂണിറ്റ്സ് 10 ഈച്ച് വെച്ചുള്ള, അതായത് 100 into 10 എന്ന് വെച്ചാൽ എത്ര രൂപയുടെയാണ് വന്നിരിക്കുന്നത്? 10,000 ആണ് വാല്യൂ. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ യൂണിറ്റ്സും കാണിക്കും. ഓക്കെ, 10,000 rupees ആണ്. ദാറ്റ് ലേബർ 3,000 rupees, അതർ എക്സ്പെൻസ് 2,000 rupees. ഫാസ്റ്റ് എക്സ്പീരിയൻസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കി? 10% ആണ് നോർമൽ ലോസ് കിട്ടി. അപ്പൊ നോർമൽ ലോസിന്റെ പെർസെന്റേജ് കിട്ടി 10%. ഓക്കെ, അപ്പൊ നമുക്ക് നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. നോർമൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താണ്? സാധാ ഉള്ള ഇൻപുട്ടിന്റെ രണ്ട് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? നോർമൽ ലോസ് കണ്ടുപിടിക്കുകയാണ്, നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. എന്താണ് നോർമൽ ലോസ് ഈക്വൽ ടു ഇൻപുട്ട് ഇൻറ്റു പെർസെന്റേജ് ഓഫ് നോർമൽ ലോസ്. നമുക്ക് ഇവിടെ എത്രയാണ് ഇൻപുട്ട് കിട്ടിയത്? 1000 യൂണിറ്റ്സ്. 10,000 എടുത്തിട്ട് നമ്മൾ യൂണിറ്റ്സിലാണ്. 1000 യൂണിറ്റ്സ് ഇൻറ്റു പെർസെന്റേജ് എത്രയാണ്? 10%. കണ്ടോ? അപ്പൊ 10%, അതായത് 100 യൂണിറ്റ്സ് ആണ് നോർമൽ ലോസ്. ഐഡിയ കിട്ടിയോ? അതായത് ഇൻപുട്ട് ആയിട്ട് വന്നത് 1000 യൂണിറ്റ്സ് ആണ്. അതിനകത്ത് 10%, 1000 യൂണിറ്റ്സിനകത്ത് 10% നോർമൽ ലോസ് ആയിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ 1000 10% എന്താ? 100 യൂണിറ്റ്സ് ആണ് നോർമൽ ലോസ്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ ബാക്കി തന്നിരിക്കുന്നത്? വിച്ച് പോസസ് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് ₹6. സാധാരണ എന്താണ്? നമ്മുടെ ഇൻപുട്ടിന്റെ കോസ്റ്റ് തന്നെ ആയിട്ടാണ് ഔട്ട്പുട്ടിന്റെ കോസ്റ്റ്. അതായത് 10,000 into 10 അല്ലേ? അപ്പം ഔട്ട്പുട്ട് വരുമ്പോ എത്രയാണ്? അതേ into 10 വരണം. പക്ഷെ ഇവിടെ എന്താണ്? യൂസ് സംഭവിച്ചു പോയില്ലേ, അത് നഷ്ടപ്പെട്ടു പോയി. അപ്പം നമ്മൾ ബാക്കിയുള്ളതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ചേ കിട്ടും. അപ്പൊ ആ നഷ്ടപ്പെട്ടു പോയത് നമുക്ക് എത്രയേ കിട്ടൂ? ഒരു യൂണിറ്റിന് 6 rupees വെച്ചേ കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെന്താണ് തന്നിരിക്കുന്നത്? ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഫ്രം ദ പ്രോസസ് വെയർ ഓൺലി 850 യൂണിറ്റ്സ്. ആക്ച്വൽ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ആക്ച്വലി ആ ഓർഗനൈസേഷനിൽ നടന്ന പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട് 850 ടു ബി ട്രാൻസ്ഫർ ടു ദ പ്രോസസ് Y. ഇത് എന്താ? എക്സിന്റെ പ്രോസസ് ആയിരുന്നു. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇങ്ങോട്ടാണ്, വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പ്രിപ്പയർ ദ പ്രോസസ് എക്സ് അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. നമ്മുടെ അടുത്ത് PSC MCQ ആയിട്ട് എന്താണ്? നമുക്ക് അക്കൗണ്ട് വരയ്ക്കാനൊന്നുമില്ല. പക്ഷെ അക്കൗണ്ട് വരച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം ബൈ ഹേർട്ട് ആയിട്ട് ഇരിക്കും കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അക്കൗണ്ട് വരയ്ക്കാതെ തന്നെ അബ്നോർമൽ ലോസ് എത്രയാണ്, നോർമൽ ലോസ് എത്രയാണ്, അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് ചോദിക്കാം, അബ്നോർമൽ ലോസിന്റെ കോസ്റ്റ് ചോദിക്കാം. ഇത് കൺഫ്യൂസ്ഡ് ആയി പോയിരുന്നു. ക്യാഷിന് ചോദിക്കുന്നതും ഉണ്ട്, ക്വാണ്ടിറ്റി ചോദിക്കുന്നതും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ അക്കൗണ്ട് ഒരു ഇതിന്റെ മനസ്സിരുന്ന ഇതൊരിക്കലും തെറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട് വരച്ചു. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇട്ട് വരച്ചു. ഇങ്ങോട്ടാണേ വരയ്ക്കേണ്ട. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഡയറക്ട് മെറ്റീരിയൽ ഉണ്ടോ? ക്വസ്റ്റ്യനിൽ ഉണ്ട്. എത്രയാണ് യൂണിറ്റ്സ്? 1000 യൂണിറ്റ്സ് into 10 ആയിരുന്നു അല്ലെ? നമ്മൾ 10 എഴുതാറൊന്നുമില്ല. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10,000 വെളിയിൽ കാണിക്കും. ഡയറക്ട് ലേബർ ഉണ്ടോ? ഉണ്ട്. 3,000 കാണിച്ചു. അതർ എക്സ്പെൻസസ് 2,000. ഡെബിറ്റ് സൈഡിൽ ഇത്ര ഐറ്റങ്ങളേ ഉള്ളൂ. ഓക്കെ, ദെൻ എന്താണ്? നമുക്ക് ക്രെഡിറ്റ് സൈഡിലോട്ട് പോകണം അല്ലെ? ക്രെഡിറ്റ് സൈഡിൽ പോയപ്പോ ഫസ്റ്റ് നമുക്ക് എന്താണ്? അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് അല്ലെ? നോർമൽ ലോസും ഉണ്ട്, അബ്നോർമൽ ലോസും ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ? അബ്നോർമൽ ലോസ് ഉണ്ടെന്ന് പറഞ്ഞു. അബ്നോർമൽ ലോസ് സംഭവിച്ചതായിട്ട് പറയുന്നില്ല അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. നോർമൽ ലോസ് പറഞ്ഞില്ലേ? എങ്ങനെയാ നോർമൽ ലോസ്? നമുക്ക് എത്രയാണ് നമ്മൾ പറഞ്ഞു? 100 യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. 100 യൂണിറ്റ് എങ്ങനെയാ കണ്ടുപിടിച്ചാ? വേണ്ട, ഇൻപുട്ട് നമ്മൾ നേരത്തെ എന്താണ്? ഇൻപുട്ട് ഇൻറ്റു അതിന്റെ പെർസെന്റേജ് ഓഫ് നോർമൽ ലോസ്. ഇൻപുട്ട് 1000, അതിന്റെ 10%. അങ്ങനെ 100 യൂണിറ്റ് കണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് നോർമൽ ലോസിന് എത്ര റുപ്പീസ് ആണ് സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞിരുന്നത്? ₹10 ആയിരുന്നോ? അല്ല. എത്ര? ₹6 ആയിരുന്നു. അപ്പം into 6, അങ്ങനാണ് 600 വരുന്നത്. അപ്പൊ എക്സാമിൽ നമുക്ക് നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് ചോദിക്കാം, നോർമൽ ലോസിന്റെ കോസ്റ്റും ചോദിക്കാം. കോസ്റ്റ് അല്ലെങ്കിൽ റിയലൈസബിൾ വാല്യൂ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്താ? യൂണിറ്റ്സ് ആദ്യം കണ്ടുപിടിക്കണം. ആ യൂണിറ്റ്സിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ റിയലൈസബിൾ വാല്യൂ, പെർ യൂണിറ്റ് റിയലൈസബിൾ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ്. അബ്നോർമൽ ലോസ് സംഭവിച്ചു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് ആ ഡീറ്റെയിൽ തന്നില്ലെങ്കിലും. ഓക്കെ, അപ്പൊ അടുത്ത എന്താ പറയുന്നത്? ആക്ച്വൽ ഔട്ട്പുട്ട്. അടുത്ത് പ്രോസസ് വൈയിലേക്ക് പോയ ആക്ച്വൽ, അതായത് ലാസ്റ്റ് നമ്മൾ എന്താണ്? പ്രോസസ് വൈയിലേക്കാണല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ 850 പോയെന്നും പറഞ്ഞു. അപ്പൊ നിങ്ങൾ താണ്ടി ഈ കോളം ഒന്ന് നോക്കേ. ഈ സൈഡിൽ 1000 യൂണിറ്റ്സ് ഉണ്ട് നമ്മുടെ ഇൻപുട്ട്. നോർമൽ ലോസിന്റെ 100 ഉണ്ട്.
അടുത്ത പ്രോസസ്സിലേക്ക് പ്രോസസ് വൈയിലേക്ക് പോയത്, അതായത് ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര ഉണ്ട്? 850 ഉണ്ട്. ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഓക്കെ, ഇവിടെ 1000 വരും, ഇവിടെ എത്ര വരുന്നത്? 950 ഉള്ളൂ. അപ്പൊ ആ 50 എവിടെ പോയി? ആ 50 ആണ് നമ്മൾ പോലും അറിയാതെ പോയ നോർമൽ ലോസിന്റെ യൂണിറ്റ്സ്. അപ്പൊ അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് നമുക്ക് ഇക്വേഷനിലിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതല്ലേ? പക്ഷെ ഇക്വേഷൻ പഠിക്കണം, കാരണം നമുക്ക് നേരെ ഇക്വേഷൻ കയറി ചോദിച്ചാല് ഇക്വേഷൻ പഠിക്കണ്ടേ? അതിപ്പോ നോക്കി, നേരത്തെ നമ്മൾ ഇക്വേഷൻ ഏതാ പഠിച്ചത്? ഇതാണ്ട് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട് എന്നൊക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും നല്ല താണ്ട് ഈ ഒരു ഫോർമാറ്റ് അങ്ങോട്ട് വരച്ചതാണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? ഇൻപുട്ട് അവിടെ 1000 യൂണിറ്റ്സ് ആയിരുന്നു. ഡയറക്ട് ലേബറിനും ഡയറക്ട് മെറ്റീരിയലിനും നമുക്ക് ഇൻപുട്സ് യൂണിറ്റ്സ് ആയിട്ടില്ലല്ലോ. ഓക്കെ, ദെൻ നോർമൽ ലോസ് 100 യൂണിറ്റ്സ്, പ്രോസസ് വൈയിലേക്ക് 850. ഇതിൽ ബാലൻസ് ചെയ്യുമ്പോൾ എവിടെയോ ഒരു മിസ്സിംഗ് വന്നത് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ് 50 മിസ്സിങ്. അതുകൊണ്ട് അത് അബ്നോർമൽ ലോസ് ആയി. ഡെബിറ്റ് സൈഡിലായിരുന്നെങ്കിൽ അബ്നോർമൽ ഗെയിൻ ആയിട്ട് മാറിയേനെ. അപ്പം എന്താണ്, നമുക്ക് അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മള് ഇക്വേഷൻ പഠിക്കുന്നതിനേക്കാളും നല്ലത് ഇതാ ഒരു ഫോർമാറ്റ് വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ അബ്നോർമൽ ലോസിന്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ ക്യാഷിലുള്ളതും നമുക്ക് എന്താണ് ഈ ഫോർമാറ്റിൽ നിന്ന് എളുപ്പം കണ്ടുപിടിക്കാം കേട്ടോ. ഇക്വേഷൻ പഠിക്കുന്നതിനേക്കാളും നല്ലത്. പക്ഷെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പം എങ്കിലും പെട്ടെന്ന് നമുക്ക് ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ മറന്നു പോകത്തില്ല. നോക്കി, അങ്ങനെ വേണ്ട, നമുക്ക് എന്താണ് 850 ഇവിടെ നമ്മൾ കൊടുത്തു. അപ്പൊ നമുക്ക് മനസ്സിലായി ആ ബാലൻസ് 50 അതാണ് അബ്നോർമൽ. കണ്ടോ? ഓക്കെ, അങ്ങനെ 50 കിട്ടി, അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കിട്ടി. പക്ഷെ എന്റെ കോസ്റ്റ് കണ്ടുപിടിക്കണ്ടേ? കോസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് താണ്ട നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിലോട്ട് ഇട്ട് ചെയ്ത് പഠിക്കാം. ഇക്വേഷനിലിട്ട് ഞാൻ ചെയ്യുന്ന ലാസ്റ്റ് കാണിക്കാം. അതിന് മുമ്പ് താണ്ട നമുക്ക് ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് പറയാം. താണ്ട ഇവിടെ 1000 യൂണിറ്റ്സും 10,000 3,000 2,000. Okay, direct material, direct labor, direct expenses. നോർമൽ ലോസ് എത്ര ഉണ്ട്? 100 യൂണിറ്റ്സിന് 600 പറഞ്ഞു. ഇനി അബ്നോർമൽ ലോസിന്റെ 50 ആണ്. ഇവിടുത്തെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഇക്വേഷൻ ഇവിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടം വരെ എത്ര കോസ്റ്റ് ഉണ്ടായി? ഓക്കെ, എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 1000 ഇവിടെ 1000 ഇപ്പുറത്തെ സൈഡിലാണ് 100. അപ്പം 1000 മൈനസ് 100, അതായത് അവിടെ എത്ര യൂണിറ്റ്സ് ആണുള്ളത്? 900 യൂണിറ്റ്സ്. ഇനി കോസ്റ്റ് നോക്കുക, 10,000 3,000 2,000 അത് അത്രയും കൂട്ടുമ്പോൾ തന്നെ നമുക്ക് 15,000 വരികയും 15,000 അതിൽ നിന്ന് 600 കുറയ്ക്കുക. 15,000 നിന്ന് 600 പോകുമ്പോ എത്രയാണ്? 14,400. കണ്ടോ? അതായത് 900 യൂണിറ്റ്സിന് 14,400 ആണെങ്കിൽ 50 യൂണിറ്റ്സിന് എത്ര? ഇതാണ് ഒരു തരത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അതായത് നമുക്കിത് ഇതിന്റെ ലോജിക് എന്ന് വെച്ചാൽ ഇതാണ്, ഈ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തതിന്റെ ലോജിക് ഇതാണ്. അതായത് വേണ്ട 1000 യൂണിറ്റ്സ് ഇവിടം വരെ എത്ര? 100 നിന്ന് അത് വരെയുള്ളത് വെച്ച് ബാലൻസ് ചെയ്യുക, അതാണ് എളുപ്പം. അബ്നോർമൽ ലോസ് നമ്മൾ എഴുതി എഴുതുമ്പോ അബ്നോർമൽ ലോസ് കഴിഞ്ഞിട്ടല്ലേ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ എഴുതത്തുള്ളൂ. അപ്പൊ അബ്നോർമൽ ലോസിന് തൊട്ട് മുമ്പുള്ളത് വെച്ച് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ അതുവരെയുള്ള യൂണിറ്റ്സ് എത്ര ഉണ്ട്? 90 ഉണ്ട്. 1000 നിന്ന് 100 മൈനസ് ചെയ്ത് 90 വന്നിട്ടുണ്ട്. അതുവരെയുള്ള കോസ്റ്റ് എത്ര ഉണ്ട്? ഈ ഡെബിറ്റ് സൈഡിൽ നിന്ന് ക്രെഡിറ്റ് സൈഡും കുറയ്ക്കുമ്പോഴത്തേക്ക് 14,400 ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും 900 യൂണിറ്റ്സിന് 14,400 വന്നു എങ്കിൽ 15,000 എത്ര കോസ്റ്റ്? എങ്ങനെ ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 14,400 ഇൻറ്റു 50 ബൈ 900. അപ്പൊ ആ കിട്ടുന്നതായിരിക്കും 800 ആ കോസ്റ്റ്. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുവരെയുള്ള യൂണിറ്റ്സും അതുവരെ അബ്നോർമൽ ലോസിന്റെ കണ്ടുപിടിക്കാൻ അതുവരെയുള്ള യൂണിറ്റ്സും അതുവരെയുള്ള കോസ്റ്റിന്റെയും വെച്ചിട്ട് അതുവരെയുള്ള യൂണിറ്റ്സ് നമുക്ക് എത്ര കിട്ടി? 900 യൂണിറ്റ്സും കിട്ടി. അതുവരെയുള്ള കോസ്റ്റ് 14,400. അപ്പൊ 900
യൂണിറ്റ്സിന് 14,400 ആണെങ്കിൽ 50 യൂണിറ്റ്സിന് എത്ര ക്രോസ് ചെയ്താൽ മതി. ഇനി നോക്കിയാൽ നമുക്ക് ഇക്വേഷൻ ഇട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇട്ട് നോക്കാം. ഇക്വേഷനിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരുന്നു. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ്. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസിന്റെ ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ബൈ നോർമൽ ഔട്ട്പുട്ട്. കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്. ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് ഈ എടുത്ത ഡയറക്ട് മെറ്റീരിയലിന്റെയും ഡയറക്ട് ലേബറിന്റെയും ഡയറക്ട് എക്സ്പെൻസിന്റെയും ഇതാണ് 15,000 ആണ് ടോട്ടൽ കോസ്റ്റ്. 15,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്. മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ദാണ്ട 600. 15,000 മൈനസ് 600 നമ്മളത് ബാലൻസ് ചെയ്ത എമൗണ്ട്. ഓക്കെ, അപ്പം അതാണ് എന്ത് വരുന്നത്? ന്യൂമറേറ്ററിന് വരുന്നത്. അതായത് 15,000 മൈനസ് 600 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ടിന്റെ അല്ലെ നോർമൽ ഓർ എക്സ്പെക്ടഡ് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എന്താ? ടോട്ടൽ ഇൻപുട്ട് യൂണിറ്റ്സ് മൈനസ് നോർമൽ ഓർ എക്സ്പെക്ടഡ് ലോസ് ഓഫ് യൂണിറ്റ്സ്. നോർമൽ യൂണിറ്റ് ടോട്ടൽ ഇൻപുട്ട് യൂണിറ്റ്സ് എത്രയാണ്? എത്ര യൂണിറ്റ്സ് ആണ് ശരിക്കും അവിടെ? നോർമൽ യൂണിറ്റ്സ് ഇൻപുട്ട് എത്രയാണ്? 1000 യൂണിറ്റ്സ് ഉണ്ട്. മൈനസ് നോർമൽ ലോസിന്റെ യൂണിറ്റ്സ്. നോർമൽ ലോസ് എത്രയാണ്? 100. അപ്പൊ 1000 മൈനസ് 100. 1000 മൈനസ് 100 ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് എത്ര? 50. ഇങ്ങനെ ചെയ്യുമ്പോഴും എത്ര വരും? 14,400 ഡിവൈഡഡ് ബൈ 900 ഇൻറ്റു 50. കണ്ടോ? അതാണ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇക്വേഷൻ ഇരുന്ന് ബൈഹേർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല ഈ ഫോർമാറ്റ് ഇട്ട് വരച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ല. അപ്പൊ അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കണ്ടുപിടിക്കാനാണെങ്കിലും കോസ്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിലും ഫോർമാറ്റിൽ ഇട്ടാൽ മതി. യൂണിറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മള് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ അതിന്റെ കൂടെ ചേർത്തിട്ട് വേണം, 850 കൂടെ ചെയ്തിട്ട് വേണം ബാലൻസ് ചെയ്യാൻ. അന്നേരം വരുന്ന ഡിഫറൻസ് ആയിരിക്കും അബ്നോർമൽ ലോസ്. ഇപ്പോഴത്തെ സൈഡിലാണ്, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് പോകുന്നെങ്കിൽ അബ്നോർമൽ ഗെയിൻ ആയിട്ട്. ഇതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിലോ അബ്നോർമൽ ലോസിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിലോ അതിന് തൊട്ട് മുമ്പ് വരെയുള്ള എത്ര യൂണിറ്റ്സ് ഉണ്ട്, എത്ര കോസ്റ്റ് ഉണ്ട്. നമുക്ക് എത്ര കിട്ടി? 900 യൂണിറ്റ്സ് ആണ് കിട്ടി. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 1000 ഇനി ഇപ്പുറത്തെ 100 കുറച്ചപ്പോ 900 യൂണിറ്റ്സ് ആണ് കിട്ടി. കോസ്റ്റ് എത്ര കിട്ടി? ഇപ്പുറത്തെ സൈഡിൽ 15,000, അപ്പുറത്തെ സൈഡിൽ 600 കുറച്ച് കഴിഞ്ഞപ്പോ അതുവരെയുള്ള കോസ്റ്റ് എത്ര കിട്ടി? 14,400 ആണ്. അപ്പൊ 900ന് 14,400 ആണെങ്കിൽ 50ക്ക് എത്ര എന്ന രീതിയിൽ അപ്പൊ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ? അങ്ങനെ 800. പിന്നീട് നമ്മുടെ ട്രാൻസ്ഫർ ചെയ്തത് ഫിനിഷ് ഗുഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 850. പിന്നെ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ എമൗണ്ട് കിട്ടും 13,600. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെ ഒന്നുകൂടെ ഒന്ന് വീഡിയോ ആണെന്ന് കൺസെപ്റ്റ് ഇച്ചിലൂടെ ക്ലിയർ ആവും. ഇതിനകത്ത് ഈ ഫോമാറ്റ് ഇങ്ങനെ ഡൗട്ട് കിടന്നുകൊണ്ടാണ്. ശരിക്കും നമ്മൾ കൊണ്ട് വരയ്ക്കാൻ അറിയാലോ, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും വരയ്ക്കാൻ അറിയാലോ. ഓക്കെ, ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ബുക്ക് എടുത്ത് വരച്ച് നോക്കുക. ഓക്കെ, ഇനി നമ്മള് പ്രോസസ് അക്കൗണ്ട് വരച്ചു. ഇനി നോർമൽ ലോസും അബ്നോർമൽ ലോസിന്റെയും അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട് വരയ്ക്കാൻ ചോദിക്കില്ല, നമുക്ക് എല്ലായിടത്തും ചോദിക്കുന്നത് എന്താണ്? ജേർണൽ എൻട്രീസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. അല്ലെ എന്താണ് ഡെബിറ്റ് ചെയ്യുന്നത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കാണാപാഠം പഠിക്കുന്നതിനേക്കാളും നല്ല നമ്മുടെ ഈ പ്രോബ്ലം ചെയ്ത ആ ഒരു അക്കൗണ്ട് മനസ്സിലുണ്ടെങ്കിൽ ജേർണൽ എൻട്രി ഒക്കെ ഇനി നിസ്സാരമായിട്ട് പോകും, അല്ലെ? അപ്പൊ നോക്കി, നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരച്ചപ്പോ നോർമൽ ലോസും ക്രെഡിറ്റ് ചെയ്തത്, അബ്നോർമൽ ലോസും ക്രെഡിറ്റ് ചെയ്തത്. നോർമൽ ലോസ് എത്ര ആയിരുന്നു? നമുക്ക് 100 യൂണിറ്റ്സും 600 എമൗണ്ടും ആയിരുന്നു. അബ്നോർമൽ ലോസ് 50 ആയിരുന്നു, 800 റുപ്പീസും ആയിരുന്നു, അല്ലെ? ഇപ്പൊ നോക്കി, നോർമൽ ലോസ് അക്കൗണ്ട്, നമുക്ക് ആദ്യം അബ്നോർമൽ ലോസിന്റെ അക്കൗണ്ട് വരയ്ക്കാം. അപ്പൊ എന്താണ് എങ്ങനെ പറഞ്ഞത്? അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് എക്സ്. എക്സിന്റെ ആയിരുന്നല്ലോ. അപ്പൊ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് എക്സ് 50യും 800 ക്ലിയർ ആയെന്ന് കരുതുന്നു. കണ്ടോ? ഓക്കെ, എന്നിട്ട് ഈ 50 യൂണിറ്റ്സ്, അതായത് 50 യൂണിറ്റ്സിനും നമുക്ക് എന്ത് കിട്ടുന്നു? സ്ക്രാപ്പ് വാല്യൂ കുറച്ച് കിട്ടിയിട്ട് ബാക്കി സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ സ്ക്രാപ്പ് കിട്ടി, ബാക്കിയുള്ളതാണ് നമ്മൾ P&L ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്ക്രാപ്പ് എത്രയാണ്?
6 ആണെന്ന് പറഞ്ഞു. അപ്പൊ 50 into 6 300 കിട്ടി. ഓക്കെ, അപ്പം ഒരു സൈഡ് 800 കിട്ടി, ഒരു സൈഡ് 300 കിട്ടി. പക്ഷെ ടാലി ആവുന്നുണ്ടോ? ഇല്ല. നമുക്കൊരു ഡിഫറൻസ് 500 വരുന്നു. ആ ഒരു 500 ലോസിനെയാണ് നമ്മൾ എന്താ പി ആൻഡ് ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് നമ്മൾ നോക്കിയും അബ്നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ് നോക്കിയും. ഇറ്റ് ഈസ് ചാർജ്ഡ് ടു ദ പോസ്റ്റ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോർമൽ ലോസിന്റെ അടുത്ത് നമ്മൾ അത് പറഞ്ഞിട്ടില്ല. നോർമൽ ലോസിന്റെ അടുത്ത് റിയലൈസബിൾ വാല്യൂന്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ റിയലൈസബിൾ വാല്യൂം ഉണ്ട്, അതിൽ കംപ്ലീറ്റ്ലി റിയലൈസ് ചെയ്തില്ലെങ്കിൽ ബാലൻസ് എന്തോത്തിലേക്ക് പോകും? നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, ഇവിടെ നമുക്ക് ലോസ് സംഭവിച്ച എത്രയാണ്? 50 യൂണിറ്റ്സ് 800 റുപ്പീസിന്റെ ലോസ് സംഭവിച്ചു. നമുക്ക് അത് 300 റിയലൈസ് ചെയ്ത് നമ്മൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു കിട്ടി. ബാലൻസ് കിട്ടാത്ത 500 നമ്മൾ എന്ത് ചെയ്യുന്നത്? പി ആൻഡ് എല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അബ്നോർമൽ ലോസിന്റെ അക്കൗണ്ട് നോക്കി. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട്. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് 100 600 100 600. അത് അത്രയും തന്നെ. കാരണം നമുക്കറിയാം ആ ഒരു കണ്ടുപിടിച്ച തന്നെ റിയലൈസബിൾ വാല്യൂലാണല്ലോ ഒരു പോസ്റ്റ്. അതുകൊണ്ട് അത് എപ്പോഴും ടാലി ആയി പോയിക്കോളും. നോക്കിയേ, ഇവിടെ ഈ റിയലൈസ് ചെയ്യുന്നതിന് നമ്മള് ബാങ്ക് അല്ലെ ക്യാഷ്, കൂടുതലും ബാങ്കിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ചോദ്യങ്ങൾ വരുന്നത് വെച്ചാൽ നോർമൽ ലോസിന്റെ ജേണൽ എൻട്രി, റിയലൈസ് ചെയ്തതിന്റെ ജേണൽ എൻട്രി ചോദിക്കുമ്പം അവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ്, ഡെബിറ്റ് ചെയ്യുന്നത് എന്താണ്, ഇതൊക്കെയായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ എന്താണ് റിയലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതാണ്. നോർമൽ ലോസ് കാണിക്കുന്നത് ഈ ജേണൽ എൻട്രി ആണ്. നോർമൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട്. റിയലൈസ് ചെയ്യുന്ന ജേണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു നോർമൽ ലോസ് അക്കൗണ്ട്. ഓക്കെ, പിന്നീട് അബ്നോർമൽ ലോസിനകത്ത് അൺറിയലൈസ്ഡ് ആയിട്ടുള്ളതോ ലോസുകൾ നമ്മൾ എന്താ ട്രീറ്റ് ചെയ്യുന്നത്? പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റർ ടു നോർമൽ ലോസ് അക്കൗണ്ട്. ഇവിടുന്ന് ഞാൻ 3 ജേണൽ എൻട്രീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ജേണൽ എൻട്രി ഏതാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഏതാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ച് വെച്ചോണം. അപ്പം നമ്മള് നോർമൽ ലോസും അബ്നോർമൽ ലോസും പറയും. ഈ അബ്നോർമൽ ലോസ് പോലെ തന്നെയാണ് അബ്നോർമൽ ഗെയിൻ. നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് 100 യൂണിറ്റ്സിനകത്ത് 10% നോർമൽ ലോസ് കഴിഞ്ഞ് 90 ആണ് നമ്മുടെ പ്രതീക്ഷിച്ചിരുന്നത്, എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചിരുന്നത്. ഓക്കെ, അതിൽ നിന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് അബ്നോർമൽ ലോസ് സംഭവിച്ചു. അതായത് 90 കുറഞ്ഞ് 80യോ 70യോ ആണെങ്കിൽ അബ്നോർമൽ ലോസ് സംഭവിച്ചു എന്ന് പറയാം. നേരെ മറിച്ച് 90 കൂടുതൽ 92 95 96 ഇത്രയൊക്കെ സംഭവിച്ചത് നമ്മൾ പ്രതീക്ഷിച്ച നഷ്ടം സംഭവിച്ചില്ല. അപ്പൊ അവിടെ ഒരു അബ്നോർമൽ ഗെയിൻ ഉണ്ടായി. കാരണം അബ്നോർമൽ ഗെയിൻ ഓർ അബ്നോർമൽ എഫക്റ്റീവ്നെസ് ഈസ് ദ എക്സസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ദാൻ വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഇൻ ദ നോർമൽ കണ്ടീഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. നോർമൽ ലോസ് എങ്ങനെയായിരുന്നു? എക്സ്പെക്ട് ചെയ്ത പ്രതീക്ഷിച്ച്, ഇപ്പൊ 90 ആണ് പ്രതീക്ഷിച്ചെങ്കിൽ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് ആക്ച്വൽ സംഭവിച്ച ഔട്ട്പുട്ട് അല്ലെ, ആക്ച്വൽ ഔട്ട്പുട്ട്. ഇത് നമ്മുടെ ഡിഫറൻസ് ആയിരുന്നു അല്ലെ. ഇപ്പൊ 90 പ്രതീക്ഷിച്ചു, സംഭവിച്ചത് 80 ആണ്, 10 ആണ് അബ്നോർമൽ ലോസ്. ഈ അബ്നോർമൽ ഗെയിനോ റിവേഴ്സ് വരും. ആക്ച്വൽ ഔട്ട്പുട്ട് കൂടുതലാണ് മൈനസ് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 90, പക്ഷെ ആക്ച്വലി 95 സംഭവിച്ചു. ഓക്കെ, അപ്പൊ 5 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ഗെയിൻ. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച നോർമൽ ലോസ് സംഭവിക്കാത്തതിനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ ഈസ് ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്. ഇതിന്റെ കൺസെപ്റ്റ് പിടികിട്ടിയ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പം 3 ഇക്വേഷൻസ് ആണ് പറഞ്ഞത്. ഇതും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അബ്നോർമൽ ഗെയിന്റെ ട്രീറ്റ്മെന്റ് കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ഇക്വേഷൻസ് ഒന്നുകൂടെ ബൈഹട്ടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ലോസ് ഓഫ് അബ്നോർമൽ ഗെയിൻ ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നോർമൽ ലോസ് ഈസ് പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അബ്നോർമൽ ലോസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അബ്നോർമൽ ഗെയിനും എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ കോസ്റ്റ് അല്ലല്ലോ, ശരിക്കും തിരിച്ചു കിട്ടുന്നതല്ലേ. അപ്പൊ റിക്കവറി ഓഫ് കോസ്റ്റോ എങ്ങനെ പോയാലും ഇത് പ്രൊഡക്ഷനുമായിട്ട് പ്രൊഡക്ഷന്റെ കോസ്റ്റോ അല്ലെ അതിനെ കുറയ്ക്കുന്ന സാധനമായിട്ടോ മാറത്തില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് റിലേഷൻ ഇല്ല ആർക്ക്? അബ്നോർമൽ ലോസിനും അബ്നോർമൽ ഗെയിനും. കോസ്റ്റ് ഓഫ് ഗുഡ് യൂണിറ്റ് ഈസ് നോട്ട് റെഡ്യൂസ്ഡ് ബൈ ദ കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ. അതായത് എന്താണ്? ഗുഡ്സിന്റെ
കോസ്റ്റ് കുറയുമോ? ഈ അബ്നോർമൽ ഗെയിൻ വന്നു എന്ന് കരുതി നമ്മൾ പ്രതീക്ഷിക്കാതെ അത്രയും ഇത് വന്നു എന്ന് കരുതി ഒരു പെർ യൂണിറ്റിന്റെ കോസ്റ്റ് കുറയുമോ? ഒരിക്കലും ഇല്ല. അത് ഓൾറെഡി ഫിക്സ്ഡ് അല്ലേ. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദ P&L അക്കൗണ്ട്. നമ്മുടെ അബ്നോർമൽ ലോസ് അക്കൗണ്ട് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇതും P&L അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ്? ക്രെഡിറ്റ് ചെയ്യുകയാണ്. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ മറ്റേ ഇക്വേഷൻ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അബ്നോർമൽ ലോസിന്റെ ഇക്വേഷൻ തന്നെയാണ്. ലോസ് മാറി എല്ലാവർക്കും ഗെയിൻ ആയെന്നേ ഉള്ളൂ. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. ഇതും ആ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇക്വേഷനുള്ള ഫോർമാറ്റ് യൂസ് ചെയ്ത് പഠിച്ചാൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഇതാണ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ്. ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഇങ്ങോട്ടാക്കി വരച്ച് നിങ്ങൾ ഇതൊന്ന് വരച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ അതിനകത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്? മെറ്റീരിയലിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട, നമുക്കൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഉണ്ട്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നോർമൽ ലോസും അബ്നോർമൽ ലോസും കൂടെ ചേർന്ന ഒരു പ്രോബ്ലം ചെയ്തത്. ഇനി നമുക്ക് അബ്നോർമൽ ഗെയിൻ വന്നുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? 900 units were introduced from process X to process Y at a cost of 60 per unit. ഓക്കെ, നമ്മൾ പ്രോസസ് വൈയുടെ അക്കൗണ്ട് ആണ് വരയ്ക്കാൻ പോകുന്നത്. കണ്ടിട്ടാണ് പറയുന്നുണ്ട് വൈയുടെ അക്കൗണ്ട്, പ്രോസസ് വൈയുടെ അക്കൗണ്ട്. എത്ര യൂണിറ്റ്സ് ആണ് വന്നത്? 900 യൂണിറ്റ്സ് ആണ് വന്നത്. അറ്റ് എ കോസ്റ്റ് ഓഫ് 60 per unit. ഒരെണ്ണത്തിന് 60 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് 54,000 ആണ് അതിന്റെ ക്യാഷ്. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ദെൻ ദ എക്സ്പെൻസ് ഓഫ് ദ പ്രോസസ് വെയർ ലേബർ 12,000 മെറ്റീരിയൽ. ഇത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ല എവിടെ നിന്ന് വന്നെയാണ്? പ്രോസസ് എക്സിൽ നിന്ന് വന്നെയാണ്. ഓക്കെ, എക്സിൽ നിന്ന് വന്നെയാണ് അത്രയും മെറ്റീരിയൽസ്. ഓക്കെ, ഇനി എന്താണ്? എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ലേബർ തന്നിട്ടുണ്ട്. ലേബർ എത്ര റുപ്പീസ് തന്നിട്ടുണ്ട്? തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക. 12,000 തന്നിട്ടുണ്ട്. ഇത് ഞാൻ ഡെബിറ്റ് സൈഡ് ആണ് വരയ്ക്കുന്നത്. ലേബർ 12,000 തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 3,240 തന്നിട്ടുണ്ട്. ഓവർ ഹെഡ്, ഓക്കെ, ഓവർ ഹെഡ് തന്നേക്കുന്നത് എങ്ങനെയാണ്? 50 എമൗണ്ട് തരാതെ 50% ഓഫ് ലേബർ എന്ന് തന്നേക്കുന്ന ഒരു സാധനത്തിന്റെ 50% റേറ്റ് ഇട്ട് ഡയറക്ട് മെറ്റീരിയലിന് ഇത്ര ശതമാനമാണ് ഓവർ ഹെഡ്, അല്ലെ ഇത്ര ശതമാനം. ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓവർ ഹെഡിനകത്ത് അബ്സോർപ്ഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? അബ്സോർപ്ഷൻ റേറ്റ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒരു സാധനത്തിന്റെ കറക്റ്റ് വില പറയാതെ അത് നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത് ഇന്ത്യയിൽ ഇത്ര പെർസെന്റേജ് ആണെന്നൊക്കെ പറയുന്നതിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൺട്രോൾ എന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ ലേബറിന്റെ എമൗണ്ട് അല്ല, ലേബറിന്റെ 50% ആണെന്ന് പറഞ്ഞത്. ലേബർ 12,000, അപ്പൊ അതിന്റെ 50% വെച്ചാൽ അതിന്റെ ഹാഫ് 12,000 ബൈ അല്ലെ 12,000 50% അല്ലെ 12,000 ബൈ 2 എത്ര? 6,000. ഇത്രയാണ് ഡെബിറ്റ് സൈഡിൽ. നോക്കിയേ തന്നേക്കുന്നത്, നോക്കിയേ പ്രോസസ് എക്സ് 900 യൂണിറ്റ്സ് ഇൻറ്റു 60 ആയപ്പോ 54,000 മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് 50% ഓഫ് ലേബർ ആയതുകൊണ്ട് 6,000. ഇത്രയും സാധനങ്ങൾ എഴുതി. നമ്മുടെ ഫോർമാറ്റ് ഓർമ്മയുണ്ടല്ലോ. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ്? ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ്, ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ടെങ്കിൽ അതും എഴുതാം. പിന്നൊരു കാര്യം, ഏത് അക്കൗണ്ട് ആണെങ്കിൽ എന്താ പ്രോസസ് ആണെങ്കിലും അത് ഫസ്റ്റ് പ്രോസസ് അല്ല, രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങനത്തെ പ്രോസസ് ആണെങ്കിൽ ആദ്യത്തെ ഐറ്റം എന്തായിരിക്കും? അതിന് തൊട്ട് മുമ്പുള്ള പ്രോസസ്സിന്റെ. ഇപ്പൊ ഇവിടെ എന്താണ്? പ്രോസസ് വൈ അക്കൗണ്ട് വരയ്ക്കുന്നത്. പ്രോസസ് എക്സ് കഴിഞ്ഞിട്ട് അതിന്റെ റോ മെറ്റീരിയൽ വെച്ചിട്ടാണ്, അതിന്റെ ഫിനിഷ്ഡ് ഗുഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ റോ മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രോസസ് എക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ 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 അപ്പൊ അത്രയും ഐറ്റംസ് എഴുതി. ക്വസ്റ്റ്യനിൽ അത്രയും ഐറ്റംസ് എഴുതി. ഇനി എന്താണ്? നോർമൽ വേസ്റ്റേജ് എക്സ്പെക്ടഡ് ഇൻ ദ പ്രോസസ് വാസ് 10% ഓഫ് ദ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ പ്രോസസ് വിത്ത് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് 8 per unit. അവിടെ സംഭവിച്ചത് എന്താണ്? നോർമൽ ലോസിന്റെ ശതമാനം തന്നെ എത്ര? 10% ആണ് തന്നെ. അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ അതിന്റെ സ്ക്രാപ്പ് വാല്യൂ തന്നെ 8 rupees ആണ് തന്നെ. നോക്കേ, നമുക്കിവിടെ 900 ഉണ്ട് അല്ലെ? 900 ഉണ്ട്. 900ന്റെ 10% ആണ് നോർമൽ വേസ്റ്റേജ്. നമുക്കറിയാം നോർമൽ ലോസിന്റെ ഇക്വേഷൻ എന്താണ്? ഞാൻ ഇക്വേഷൻ റിപ്പീറ്റ് അടിക്കുന്നത്, ഇക്വേഷൻ ചിലപ്പോൾ എക്സാമിന് അതുപോലെ ചോദിച്ചാലോ എന്ന് എഴുതിയിടാം. ഇൻപുട്ട് ഇൻറ്റു പെർസെന്റേജ് ഓഫ് നോർമൽ ലോസ്. ഓക്കെ, ഇൻപുട്ട് എത്രയാണ്? 900. പെർസെന്റേജ് എത്രയാണ്? 10%. ദാറ്റ് മീൻസ് 90. 90 ആണ് നോർമൽ ലോസിന്റെ യൂണിറ്റ്സ്. ഓക്കെ, ഇത് ക്വാണ്ടിറ്റിയും കോസ്റ്റ് അവസാനം തെറ്റിപ്പോരുത്. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എണ്ണമാണ്, കോസ്റ്റ് എന്ന് വെച്ചാൽ അതിന് മണി വാല്യൂ ക്യാഷിലാക്കി പറയുന്നതാണ്. ഓക്കെ,
അപ്പൊ നമ്മൾ യൂണിറ്റ്സ് ആക്കി. ഇനി അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻറ്റു റിയലൈസബിൾ വാല്യൂ, അതിന് വിറ്റ് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടല്ലോ, എത്രയാണ്? ഇൻറ്റു 8 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 720 കിട്ടും. ഓക്കെ, ഇത്രയും കൺഫ്യൂഷൻ ഇല്ല. ഇനി നമ്മൾ നോക്കി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോസസ് Y വാസ് 820 യൂണിറ്റ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദ പ്രോസസ് Z. അപ്പൊ ഇവിടെ പ്രോസസ് X, പ്രോസസ് Y, പ്രോസസ് Z. നമ്മള് Yയുടെ ആണ് വരയ്ക്കുന്നത്. Xൽ നിന്ന് വന്ന സാധനം ഉള്ളതുകൊണ്ടാണ് ഫസ്റ്റ് എന്ത് ചെയ്തത്? പ്രോസസ് എക്സ് ഡെബിറ്റ് ചെയ്തത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ ഫിനിഷ്ഡ് ഗുഡ് എങ്ങോട്ടേക്കാ പോകുന്നത്? പ്രോസസ് ഇസഡിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യണം? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ലാസ്റ്റത്തെ എന്താണ്? പ്രോസസ് എക്സിൽ എന്താ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് പ്രോസസ് ഇസഡ് നമ്പർ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കേ, അത് എത്രയാണ്? ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 820 യൂണിറ്റ്സ് ആണ്. ഞാൻ യൂണിറ്റ്സിന്റെ കോളം മാത്രം ഒന്ന് എടുത്തു വരയ്ക്കാം. നമുക്ക് എത്ര ഉണ്ടായിരുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഈ യൂണിറ്റ്സിന്റെ മാത്രം കോളം വരയ്ക്കുകയാണെ. നോർമൽ ലോസ് ആയിട്ട് പോയത് എത്ര? 90. ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? 820. നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 900 കിട്ടുന്നുണ്ട്, ഇവിടെ നമുക്ക് 910 കിട്ടുന്നുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് ആണല്ലോ കൂടുതൽ. അപ്പൊ ഇവിടെ ഒരു 10ന്റെ കുറവാണ് യൂണിറ്റ്സ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ അബ്നോർമൽ ഗെയിൻ ഉണ്ടായി. അതായത് 900 യൂണിറ്റ്സ് ഇൻപുട്ട് ഉണ്ട്. നമ്മൾ 10%, അതായത് നോർമൽ ലോസ് കഴിഞ്ഞ 810 ആണ് നമ്മൾ എന്ത് പ്രതീക്ഷിച്ചത്? ആക്ച്വൽ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്. പക്ഷേ 810 അല്ല, നമ്മൾ അതിൽ കൂടുതൽ കിട്ടി, 820 കിട്ടി. ദാറ്റ് മീൻസ് അവിടെ അബ്നോർമൽ ഗെയിൻ ഉണ്ടായി, 10 യൂണിറ്റ്സ് ഗെയിൻ ഉണ്ടായി. അബ്നോർമൽ നമ്മള് ലോസ് കഴിഞ്ഞിട്ട് ആ നോർമൽ ഔട്ട്പുട്ടിനേക്കാളും അല്ലെ നമ്മൾ വിചാരിച്ച എക്സ്പെക്ടഡ് ഔട്ട്പുട്ടിനേക്കാളും ആക്ച്വലി കൂടുന്നതിനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഐഡിയ കിട്ടുന്നു, കണക്ട് ആവുന്നു എന്ന് കരുതുന്നു. ഓക്കെ, അപ്പം അബ്നോർമൽ ഗെയിൻ എത്ര യൂണിറ്റ്സ് ആണ്? 10 യൂണിറ്റ്സ്. ആ യൂണിറ്റ്സ് ഈസി ആയിട്ട് കിട്ടും. ഈ കോസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ വെച്ച് ഫോളോ ചെയ്ത് ചെയ്യാട്ടോ ഈ യൂണിറ്റ്സ് എല്ലാം. പക്ഷെ ഈ ഫോർമാറ്റ് ആകുമ്പോൾ ഇച്ചിരി കൂടെ എളുപ്പം. നമ്മൾ എന്താണ് ഇതിന്റെ പഠിച്ചത് എന്താണ്? അതുവരെ ചെയ്തത്. പക്ഷെ അവിടെ ആരെ കണക്ക് കൂട്ടല്ലേ? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ചെയ്യല്ലേ? അതുവരെയുള്ള കോസ്റ്റ് എത്ര, അതുവരെയുള്ള യൂണിറ്റ്സ് എത്ര, അത് കമ്പ്യൂട്ട് ചെയ്യാം. അത്രയും വരെയുള്ള യൂണിറ്റ്സ് എത്ര? നമ്മൾ ഗെയിൻ നമ്മൾ 10 കിട്ടി. അപ്പൊ നമ്മൾ ഗെയിന്റെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ ഗെയിനെ കണക്ക് കൂട്ടല്ലേ? നമുക്ക് എത്രയാണ്? 900 മൈനസ് 90, 810 ആണ് യൂണിറ്റ്സ്. അപ്പൊ 810 യൂണിറ്റ്സിന് എത്ര കോസ്റ്റ് ഉണ്ടായി? 54,000, 3,240, 12,000, 6,000. ഓക്കെ, അതിൽ നിന്ന് ഈ 720 ഇത്രയും ലെസ് ചെയ്യണം. ഓക്കെ, $74,520. അതായത് അതുവരെയുള്ള കോസ്റ്റ്, അതായത് പ്രോസസ് എക്സിന്റെയും മെറ്റീരിയലിൽ നിന്ന്, ലേബറിൽ നിന്ന്, ഓവർഹെഡിൽ നിന്ന് അത്രയും, പിന്നെ വേസ്റ്റും കുറയ്ക്കുമ്പോൾ 720 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇത്ര കോസ്റ്റ്. അപ്പൊ 810-ന് 74,520 കിട്ടിയെങ്കിൽ നമ്മുടെ അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് എത്രയാണ്? 10-ന് എത്ര കിട്ടി എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ ക്രോസ് ചെയ്യണം? 74,520 ഇൻറ്റു 10/810. ഇത് ചെയ്യുമ്പോൾ 920 കിട്ടും. ഓക്കെ, ആ 920 എഴുതിയിട്ട് പ്രോസസ് എക്സ് ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? എക്സിലേക്ക് പോകുന്നത് എത്ര? 820 ആണ്. ഇത് ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ ആവണം എന്ത്? നമ്മുടെ ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ അല്ലെ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ കോസ്റ്റ്. ഓക്കെ ആണോ? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഫോളോ ചെയ്യാം. പക്ഷെ എനിക്ക് ഇച്ചിരി കൂടെ കൺവീനിയന്റ് ആയിട്ട് ഈസി ആയിട്ട് തോന്നുന്നത് ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നതാണ്. ഡെബിറ്റും ക്രെഡിറ്റും ഒട്ടും നമ്മൾ മറക്കത്തില്ല. ഈ പ്രോബ്ലം ഒന്ന് ചെയ്യില്ല, അന്നേരം നമുക്കിത് പക്ക മനസ്സിൽ നിൽക്കണം. ഈ പ്രോബ്ലത്തിൽ നിന്ന് ഇക്വേഷൻ അങ്ങോട്ട് പഠിക്കാൻ നിൽക്കുക. ഓക്കെ, നമുക്ക് എന്നിട്ട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരച്ചേച്ച് നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് പോവാം. നോക്കി, നമ്മള് അബ്നോർമൽ ഗെയിൻ എന്തേ ദാണ്ട് ഇവിടെ കിടക്കുന്നു. പ്രോസസ് Y അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ഗെയിൻ. കണ്ടോ? പ്രോസസ് Y അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ഗെയിൻ. എനിക്ക് ഡെബിറ്റും ക്രെഡിറ്റും എഴുതാൻ അറിയാന്ന് കരുതുന്നു. ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഡെറ്റർ ടു അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഇപ്പൊ ഇത് ക്യാഷ് അക്കൗണ്ട് ആണ്. ഇവിടെ രാജു ഉണ്ട്,
രാമു ഉണ്ട്. രാജു അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാമു. ഈ ഒരു ആരോ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്തോ പറഞ്ഞത് പ്രോസസ് വൈ അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ആണ്. അപ്പൊ പ്രോസസ് വൈ അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്, ആ യൂണിറ്റ്സും കാര്യം അതുപോലെ 10ഉം 920 ആയിരുന്നു. 10ഉം 920 അതുപോലെ കൊടുത്തു. ഇനി നോക്കി, ഈ 10 യൂണിറ്റ്സ് ആണല്ലോ അബ്നോർമൽ ലോസിന് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് അബ്നോർമൽ ഗെയിനും. സൈഡുകൾ ഇങ്ങനെ മാറുന്നേ ഉള്ളൂ. ആ 10 യൂണിറ്റ്സിന് നമ്മൾ എത്ര അബ്നോർമൽ ലോസ് ആയിക്കോട്ടെ ഗെയിൻ ആയിക്കോട്ടെ കുറച്ച് റിയലൈസ് ചെയ്ത് കിട്ടും. കിട്ടാത്തത് എന്ത് ചെയ്യണം? P&L ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം നമ്മൾ റിയലൈസബിൾ വാല്യൂ എത്രയായിരുന്നു? 8 ആയിരുന്നു. അപ്പൊ 10 into 8 80. അപ്പം 920 ആയിരുന്നു നമുക്ക് ലോസ് സംഭവിച്ചത്. നമുക്ക് കിട്ടിയത് 80 rupees ആണ്. ബാലൻസ് 840 rupees ലോസ് എന്ത് ചെയ്യണം? P&L ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അബ്നോർമൽ ഗെയിൻ ഇക്വേഷൻ എങ്ങനെ വരും? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെറ്റർ ടു P&L അക്കൗണ്ട്. മറ്റേതൊക്കെ എന്റെ വർക്കിംഗ് നോട്ട്സ് ആട്ടോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോട്ട്സിലെല്ലാം കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരുന്നതിനൊന്ന് വൈൻഡപ്പ് ചെയ്ത് പറയാം, ഒരു സമ്മറൈസ് ചെയ്ത് പറയാം. പ്രോസസ് കോസ്റ്റിംഗ് ആയിരുന്നു പഠിച്ചത്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ആപ്ലിക്കേഷൻ എന്താന്ന് പറഞ്ഞു. എളുപ്പം ഓർക്കാൻ അവിടെ പ്രോസസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണോ മാസ് പ്രൊഡക്ഷൻ ഉണ്ടോ ഇത് ഇത്രയും ചെക്ക് ചെയ്യുക. ഇതാണ് പറഞ്ഞത്. ഫീച്ചേഴ്സ് പറഞ്ഞു, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞു, ഡിസ്റ്റിങ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഐഡന്റിക്കൽ ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആണെന്ന് പറഞ്ഞു, സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ഈച്ച് പ്രോസസ്, output of one process becomes the input of next process, recording of quantity and cost at each stage, arising of normal loss, abnormal loss and abnormal gain. normal gain എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? ഓക്കെ, പിന്നെ ബൈ പ്രൊഡക്റ്റ് എന്താണ് ഓർത്തിരിക്കണം. ബൈ പ്രൊഡക്റ്റ് എന്താണ്? ഒന്നിൽ നിന്ന് രണ്ടോ രണ്ടിൽ കൂടുതലോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ജോയിന്റ് പ്രൊഡക്റ്റ്. അല്ല രണ്ടെണ്ണം ജോയിൻ ചെയ്തുണ്ടാവുന്നതല്ല ജോയിന്റ് പ്രൊഡക്റ്റ്. അതിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് പറഞ്ഞു. പിന്നീട് ഡിസ്കസ് ചെയ്ത് എന്താണ് ബൈ പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞു. അതിനെ സബ്സിഡറി പ്രൊഡക്റ്റ്, സെക്കൻഡറി പ്രൊഡക്റ്റ് എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തു. നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ, ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് പറഞ്ഞു. ജേർണൽ എൻട്രി, ട്രീറ്റ്മെന്റ് എല്ലാം ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇന്റർ ട്രാൻസ്ഫർ പ്രോഫിറ്റും അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസിനെ പറ്റി പഠിക്കാം. ഓക്കെ, താങ്ക് യു.